Everyone, I am Vinaya, lecturer in Civil Engineering Department from Malabar Polytechnic College, Kottakkal. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സർവേ ഫോർ ആർക്കിടെക്ചർ എന്ന സബ്ജക്റ്റിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കറിയാം പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺസും അതിൻ്റെ മാർക്ക് സ്കീമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. സോ ഫസ്റ്റ് പാർട്ട് എ ആണ്. പാർട്ട് എയിൽ നമുക്കറിയാം 3 മാർക്സിന് പാർട്ട് എയിൽ 9 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കായിരിക്കും. ഈച്ച് ക്വസ്റ്റ്യൻ കെരീസ് 1 മാർക്സ്. സോ 9 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ മൊത്തം 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ് 8 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സാണ് കെയർ ചെയ്യുന്നത്. പിന്നെ പാർട്ട് സിയിൽ ഓരോ സെക്ഷനായിട്ട് ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ എല്ലാ മൊഡ്യൂളിലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതിന് ഓറുണ്ടായിരിക്കും. അതിൽ തന്നെ ഓറുണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 7 മാർക്സാണ് കെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഫസ്റ്റ് പാർട്ട് എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. നമുക്കറിയാം എന്താണ് ചെയിൻ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദി പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് ഈസ് ട്രയാങ്കുലേഷൻ അല്ലെങ്കിൽ ചെയിൻ ട്രയാങ്കുലേഷൻ ഓർ ട്രയാങ്കുലേഷൻ ഇസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ. എന്താണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്? നമ്മളുടെ സർവേ ചെയ്യാനുള്ള ഏരിയയെ നമ്മൾ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യുക. അതായത് സർവേ ചെയ്യാനുള്ള ഏരിയയെ ട്രയാങ്കിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് മെഷർമെൻറ്റ് എടുക്കുന്നതിനെയാണ് നമ്മൾ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. അതായത് ട്രയാങ്കിൾ ഇസ് ദ സിംപ്ലസ്റ്റ് ഫിഗർ. നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സൈഡ്സൊക്കെ മെഷർ ചെയ്തിട്ട് ഫിഗർ ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ ട്രയാങ്കിൾസൊക്കെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ്സൊക്കെ ആ ഏരിയയുടെ സൈഡ്സൊക്കെ മെഷർ ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും എളുപ്പമാണ്. സോ ട്രയാങ്കിൾസൊക്കെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ടോട്ടൽ എല്ലാ ട്രയാങ്കിൾസിൻ്റെ ഏരിയ നമ്മൾ സം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ കിട്ടും. നമ്മൾ ട്രയാങ്കിൾസ് ആക്കിയിട്ട് ഏരിയ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഫിഗറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് വേണം അധികവും ഫോം ചെയ്യാനായിട്ട്. അത് നല്ല ബോത്ത് സൈഡ്സൊക്കെ ഷാർപ്പായിട്ടുള്ള നല്ല വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് വേണം ഫോം ചെയ്യാനായിട്ട്. വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ ഓരോ ആംഗിളും 30 ഡിഗ്രിയിൽ കുറവും അതുപോലെ തന്നെ 120 ഡിഗ്രിയിൽ കൂടുതലും ആവാൻ പാടില്ല. അങ്ങനത്തെ ട്രയാങ്കിൾസിനാണ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് എന്ന് പറയാം. സോ ചെയിൻ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ചെയിൻ ട്രയാങ്കുലേഷനാണ്. അതായത് ട്രയാങ്കിൾസ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ ചെയിൻ ട്രയാങ്കുലേഷൻ ഇസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്കറിയാം ദ ടൈപ്പ് ഓഫ് സർവേ ഇൻ വിച്ച് കർവേച്ചർ ഓഫ് എർത്ത് ഈസ് കൺസിഡേർഡ്. എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേനെ പറയുന്ന പേരെന്താണെന്നാണ്. എന്താണ് എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേ? ദാറ്റ് ഈസ് ജിയോഡറ്റിക് സർവേ. ജിയോഡറ്റിക് സർവേയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുക. നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ട്രയാങ്കുലേഷൻ എന്നാണ്. ഈ ക്വസ്റ്റ്യന് നമുക്കറിയാം എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേ ആണ് ജിയോഡറ്റിക് സർവേ. ജിയോഡറ്റിക് സർവേ പറയുമ്പോൾ തന്നെ നമുക്കറിയാം 2 ടൈപ്പ് സർവേയിൽ 2 ടൈപ്പ് ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് പ്ലെയിൻ സർവേയും അതുപോലെ തന്നെ ഒന്ന് ജിയോഡറ്റിക് സർവേ. ഒന്ന് പ്ലെയിൻ സർവേ, ഒന്ന് ജിയോഡറ്റിക് സർവേ. പ്ലെയിൻ സർവേ എന്ന് പറയുമ്പോൾ അതിലെന്താണ്, എർത്തിൻ്റെ സർഫസ് നമ്മളൊരു പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സർവേ ആണ്. അതിൻ്റെ ഏരിയ, അതായത് ആ ഒരു മെഷർമെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്റർ² കുറവാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്ലെയിൻ സർവേ ചെയ്യാറുള്ളൂ. അധികവും നമ്മൾ ചെയ്യുന്ന സർവേ, നമ്മളധികം ലാബിൽ അധികം നമ്മൾ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സർവേസൊക്കെ പ്ലെയിൻ സർവേയിലാണ് വരുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുക. എർത്തിൻ്റെ സ്പിറോയിഡൽ ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേ ഏതാണ്? ജിയോഡറ്റിക് സർവേ ആണ്. ഒരു 250 കിലോമീറ്റർ² കൂടുതൽ ഏരിയ നമുക്ക് സർവേ ചെയ്യാനുണ്ടെങ്കിലൊക്കെ നമ്മൾ ജിയോഡറ്റിക് സർവേ ആണ് അക്സെപ്റ്റ് ചെയ്യാറ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the process of putting the plane table into some fixed direction so that line representing a certain direction on the plan is parallel to that direction on the ground. അതായത് പ്ലെയിൻ ടേബിളിനെ നമ്മളൊരു ഫിക്സഡ് ഡയറക്ഷനിൽ പുട്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്യണം, ആ ഒരു പ്ലാനിലുള്ള ഒരു ലൈനിൻ്റെ സെർട്ടൈൻ ഡയറക്ഷൻ തന്നെയാണ് നമ്മൾ ഗ്രൗണ്ടിലും അതിനെ പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓറിയൻറ്റിങ് ദി പ്ലെയിൻ ടേബിൾ. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര്.
ഇത് പ്ലെയിൻ ടേബിൾ സർവേയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ പ്ലെയിൻ ടേബിൾ ഇൻ ടു സം ഫിക്സഡ് ഡയറക്ഷൻ സോ ദാറ്റ് ലൈൻ റെപ്രസെൻറ്റിംഗ് എ സെർട്ടൈൻ ഡയറക്ഷൻ ഓൺ ദ പ്ലാൻ is parallel to that direction on the ground is called orientation. Then നാലാമത്തെ ക്വസ്റ്റ്യൻ dash is used for transferring the ground point into the drawing sheet in plane table survey. പ്ലെയിൻ ടേബിൾ സർവേയിൽ ഡ്രോയിങ് ഷീറ്റിലേക്ക് നമ്മൾ ഗ്രൗണ്ട് പോയിൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലംബിംഗ് ഫോർക്ക് ആൻഡ് പ്ലംബോബ്. നമുക്കറിയാം പ്ലംബിംഗ് ഫോർക്ക് ആൻഡ് പ്ലംബിംഗ് ഫോർക്ക് ആൻഡ് പ്ലംബോബാണ് നമ്മൾ ഗ്രൗണ്ട് പോയിൻറ്റിനെ ഡ്രോയിങ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്ലെയിൻ ടേബിൾ സർവേയിൽ യൂസ് ചെയ്യുന്നത്. പ്ലംബിംഗ് ഫോർക്ക് നമുക്കറിയാം അതൊരു യു ഷേപ്ഡ് ആയിട്ടുള്ളൊരു ഫ്രെയിമാണ്. ഈ ഒരു പ്ലംബിംഗ് ഫോർക്കിന് ഒരു അപ്പർ ആമും ലോവർ ആമും ഉണ്ടായിരിക്കും. അപ്പർ ആമിൻ്റെ എൻഡിൽ അപ്പർ ആം എന്ന് പറയുന്നത് ട്രൈപോഡിലെ ഷീറ്റിലായിരിക്കും റെസ്റ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ എൻഡിൽ എന്തുണ്ടായിരിക്കും, അതിൻ്റെ എൻ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷീറ്റിൽ പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ലോവർ ആമിലൊരു പ്ലംബോബ് നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ഈ ഒരു കറക്റ്റായിട്ട് ഈ ഒരു ഗ്രൗണ്ടിലെ പോയിൻ്റ് പ്ലംബോബ് കറക്റ്റായിട്ട് നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗ്രൗണ്ട് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു അപ്പർ ആമിലെ പോയിൻറ്റിലേക്ക് കോയിൻസൈഡ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും, അതിൻ്റെ ഗ്രൗണ്ട് പോയിൻ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഷീറ്റിലേക്ക്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ് 0 ഡിഗ്രീസ് മാർക്ക്ഡ്. പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത് സൗത്ത് ഡയറക്ഷനിലാണ്. ഇൻ സൗത്ത് ഡയറക്ഷൻ, അതായത് പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 ഡിഗ്രി മാർക്ക് ചെയ്യുക സൗത്ത് ഡയറക്ഷനിലാണ്. നോർത്ത് ഡയറക്ഷനിൽ എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ദി എലിവേഷൻ ഓഫ് ലൈൻ ഓഫ് കൊല്ലിമേഷൻ. എലിവേഷൻ ഓഫ് ലൈൻ ഓഫ് കൊല്ലിമേഷൻ ഈസ് കോൾഡ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൊല്ലിമേഷൻ ലെവലിങ്ങിൽ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൊല്ലിമേഷൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ എലിവേഷനെ നമ്മൾ എന്താണ് പറയാനാണ്, ദറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കൊല്ലിമേഷൻ എന്ന് പറയാം. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ദി എലിവേഷൻ ഓഫ് ലൈൻ ഓഫ് കൊല്ലിമേഷൻ വെൻ ദ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് പെർഫെക്റ്റ്ലി ലെവൽഡ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത്ത് ക്വസ്റ്റ്യൻ, ദി സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഫോർ എ പോയിൻ്റ് ഓഫ് നോൺ എലിവേഷൻ. നമുക്കറിയാവുന്ന എലിവേഷനിലേക്ക് നമ്മൾ എടുക്കുന്ന സ്റ്റാഫ് റീഡിങ്ങിനെ പറയുന്ന പേരെന്താണ്, ദറ്റ് ഈസ് ബാക്ക് സൈറ്റ്. അതായത് ബാക്ക് സൈറ്റ് എന്നാണ്. അതായത് ബാക്ക് സൈറ്റ് നമുക്കറിയാം ദി സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഫോർ എ പോയിൻ്റ് ഓഫ് നോൺ എലിവേഷൻ ഈസ് called backside. Backside is the first reading taken on a benchmark after setting up of the instrument. Next question, define swinging of a theodolite. എന്താണ് swinging? ഒരു തിയോഡലൈറ്റിൻ്റെ swinging എന്ന് പറയുന്നത് എന്താണ്? Swinging is the process of turning the telescope about the vertical axis in a horizontal plane. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ഒരു ടെലസ്കോപ്പിനെ ടേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്വിങ്ങിങ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ടേണിംഗ് ദി ടെലസ്കോപ്പ് എബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. 2 ടൈപ്പ് സ്വിങ്ങിങ് ഉണ്ട്, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. അപ്പോൾ റൈറ്റ് സ്വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനെ റൈറ്റ് സ്വിങ് എന്നും, ടെലസ്കോപ്പ് ക്ലോക്ക് വൈസ് ആണ് ടേൺ ചെയ്യുന്നതെങ്കിൽ അത് റൈറ്റ് സ്വിങ്ങും, അതുപോലെ ലെഫ്റ്റ് സ്വിങ് എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടെലസ്കോപ്പ് ടേൺ ചെയ്യുന്നത് ലെഫ്റ്റ് സ്വിങ് ആണ്. അപ്പോൾ സ്വിങ്ങിങ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ടേണിംഗ് ദി ടെലസ്കോപ്പ് എബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസ് ഇൻ എ horizontal plane. The next question is, what is the combination of electronic theodolite and electronic distance meter is called? അതായത് ഇലക്ട്രോണിക് തിയോഡലൈറ്റും ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്ററിൻ്റെയും കോമ്പിനേഷന് നമ്മൾ പറയുന്ന പേര് ടോട്ടൽ സ്റ്റേഷനാണ്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെയും ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്ററിൻ്റെയും കോമ്പിനേഷൻ. ദറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ഡിസ്റ്റൻസസ് ആൻഡ് ആംഗിൾസ് ഇൻ ഡിജിറ്റൽ ഫോം. അതായത് ഡിജിറ്റൽ ഫോമിൽ ഡിസ്റ്റൻസസും ആംഗിൾസും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ. ദെൻ ഇത് അത്രയാണ് പാർട്ട് എയിൽ. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിലുള്ളത്. ദെൻ പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിൽ ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടാണ്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്. അതായത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സർവേയിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. നമുക്കറിയാം സർവേയിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ആണ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ രണ്ട് പ്രിൻസിപ്പിൾസ് മെയിനായിട്ട്. അതിൽ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ആൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്, ആൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റലായിട്ട് മെയിൻ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ സർവേയിങ് എന്ന് പറയുന്നത് ഓൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ്. ദെൻ നെക്സ്റ്റ് അതിന് ഉള്ളൊരു വേറൊരു പ്രിൻസിപ്പിളാണ് ലൊക്കേഷൻ ഓഫ് എ പോയിൻറ്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം 2 പോയിൻറ്റ്സ് ഓഫ് റെഫറൻസ്. അതായത് എന്താണ് ഓൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹോൾ ടു പാർട്ട് ഓൾവേസ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു സർവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഹോൾ ഏരിയ, ഒരു ഫീൽഡ് നമുക്ക് സർവേ ചെയ്യാനുണ്ടെങ്കിൽ അതിനെ ഹോൾ ഏരിയയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് മാത്രമേ അതിനുള്ളിലേക്ക് നമ്മൾ ഓരോ പാർട്സായിട്ട് സർവേ ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹോൾ ഏരിയ സർവേ ചെയ്യുക, എന്നിട്ട് മാത്രം അതിനുള്ളിലേക്ക് കൺസിഡർ ചെയ്താൽ മതി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എറേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു സർവേ ഏരിയ ആണെങ്കിൽ ഈ ഒരു സർവേ ഏരിയനെ നമ്മൾ എന്ത് ചെയ്തു, സർവേ ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് ഇതുപോലെ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തു. അതായത് ABCD എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ട്രയാങ്കിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഓരോ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തു, ഓരോ ട്രയാങ്കിൾസ് ആക്കിയിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഈ ഓരോ സർവേ പോയിൻറ്റ്സ്, അതായത് ഈ ഫീൽഡിൻ്റെ പോയിൻറ്റ്സാണ് ABCD എന്ന് പറയുന്നത്. ഈ ഓരോ പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ എന്താ പറയുക കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഓരോ ട്രയാങ്കിൾസ്, ഇപ്പോൾ ട്രയാങ്കിൾ ABE, ട്രയാങ്കിൾ BCE, ട്രയാങ്കിൾ ECDE, അതുപോലെ ട്രയാങ്കിൾ DE, അങ്ങനെ ഓരോ ട്രയാങ്കിൾസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സർവേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സർവേ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമുക്ക് ആദ്യം നമ്മൾ ഹോൾ ഏരിയനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഹോൾ ഏരിയനെ കൺസിഡർ ചെയ്ത് ആദ്യം നമ്മൾ ഈ ഹോൾ ട്രയാങ്കിൾസ് സർവേ ചെയ്യും. എന്നിട്ട് മാത്രം ഈ ഒരു ട്രയാങ്കിൾസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, സർവേ ചെയ്ത് തുടങ്ങിയാൽ മതി. ഉള്ളിലേക്ക് സർവേ ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ അടുത്ത് സർവേ ചെയ്യുക. അങ്ങനെ ആദ്യം നമ്മൾ ഹോൾ ട്രയാങ്കിൾസ് സർവേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ട്രയാങ്കിളിൽ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്തു, OAB എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു, OBC പറഞ്ഞ ട്രയാങ്കിൾ, COD ട്രയാങ്കിൾ, DOE ഈ എല്ലാ ഏരിയനെയും ടച്ച് ചെയ്യുന്നത്, അതായത് ഏരിയയുടെ ഫീൽഡിൽ എല്ലാ പ്ലോട്ടിൻ്റെ അറ്റത്ത് എക്സ്ട്രീം പോയിൻറ്റ്സിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ടോട്ടൽ ഒരു ട്രയാങ്കിൾ പ്ലോട്ട് ചെയ്തു. ഈ ട്രയാങ്കിളിൽ ഇങ്ങനെ ABO ഇങ്ങനെ പറഞ്ഞ് 4 ട്രയാങ്കിൾസൊക്കെ ഡിവൈഡ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ഇതിൽ നമ്മൾ ആദ്യം ഈ ഒരു വലിയ ട്രയാങ്കിൾസൊക്കെ സർവേ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രയാങ്കിൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ COD എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. CODയുടെ ഉള്ളിൽ നമ്മൾ വേറൊരു ട്രയാങ്കിൾ ഫോം ചെയ്ത് അത് സർവേ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, വേറെ ട്രയാങ്കിൾ ഫോം ചെയ്ത് അത് സർവേ ചെയ്യുക. അങ്ങനെ ഏറ്റവും ചെറിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഇതിനുള്ളിൽ ഫോം ചെയ്യുന്ന ഏറ്റവും ചെറിയ ട്രയാങ്കിൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാത്രം, ആദ്യം വലിയ ട്രയാങ്കിൾസ് സർവേ ചെയ്യുക, ഹോൾ പാർട്ട് സർവേ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പാർട്സിലേക്ക് നമ്മൾ കടന്നു പോയാൽ മതി. അങ്ങനെ സർവേ ചെയ്യുന്ന പ്രിൻസിപ്പിളിനെയാണ് ആൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ കണ്ടില്ല, ഏറ്റവും ചെറിയ ട്രയാങ്കിൾ സർവേ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന എററുകൾ എന്ത് ചെയ്യാൻ പറ്റും, അതൊരിക്കലും എന്തില്ല അക്യുമുലേറ്റ് ചെയ്യില്ല. അതായത് ആദ്യം നമ്മൾ സർവേ ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ചെറിയ ട്രയാങ്കിൾ സർവേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും നമ്മുടെ എറർ അക്യുമുലേറ്റ് ചെയ്യില്ല. പകരം ചെറിയ ട്രയാങ്കിളാണ് ആദ്യം സർവേ ചെയ്തത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വലിയ ട്രയാങ്കിൾ, തൊട്ടും വലിയ ട്രയാങ്കിൾ, അത് കഴിഞ്ഞ് അടുത്ത ട്രയാങ്കിൾ COD അങ്ങനെ സർവേ ചെയ്ത് പോവുകയാണെങ്കിൽ ചെറിയ ട്രയാങ്കിളിൽ സർവേ ചെയ്യുമ്പോൾ എന്തായാലും എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്ത് വലിയ എററായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യാം, എല്ലായ്പ്പോഴും സർവേ ചെയ്യുമ്പോൾ ആൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ് ലൊക്കേഷൻ ഓഫ് എ പ്രിൻസിപ്പിളാണ് ലൊക്കേഷൻ ഓഫ് എ പോയിൻ്റ്. ഒരു പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യുക എന്ന് നമുക്കറിയാവുന്ന നോൺ പോയിൻറ്റ്സ് റെഫറൻസിലുള്ള 2 നോൺ പോയിൻറ്റ്സ് എടുത്തിട്ട് അതിൽ നിന്നും ആംഗിൾസും ലെങ്ത്തൊക്കെ മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യുക. അതാണ് വേറൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് റൈറ്റ് എനി 3 ആക്സസറീസ് യൂസ്ഡ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ ആൻഡ് ദെയർ ഫങ്ഷൻസ്. നമ്മുടെ പ്ലെയിൻ ടേബിൾ സർവേയിൽ 3 ആക്സസറീസ് അവരുടെ ഫങ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പ്ലെയിൻ ടേബിൾ സർവേയിൽ ടോട്ടൽ ആക്സസറീസ് പറയുകയാണെങ്കിൽ എലിഡേറ്റ് ഉണ്ടായിരിക്കും, പ്ലംബിംഗ് ഫോർക്ക് വിത്ത് പ്ലംബോബ്, ദെൻ സ്പിരിറ്റ് ലെവൽ, ദെൻ ട്രഫ് കോമ്പസ്, ദെൻ ഡ്രോയിങ് ഷീറ്റ്സ്. ഇത്രയും എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മളൊരു പ്ലെയിൻ ടേബിൾ സർവേയിൽ യൂസ് ചെയ്യാറ്.
അതിൽ നമുക്കറിയാം അലിഡൈഡിനെ അറിയാം, അതൊരു സ്ട്രെയിറ്റ് എഡ്ജ് റൂളർ, സ്കെയിൽ പോലത്തെ ഒരു സ്ട്രെയിറ്റ് എഡ്ജ് റൂളറാണ്. അതിൽ രണ്ട് സൈഡ്സ് ഒരു സൈറ്റിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കും. ഈ ഒരു സൈറ്റിംഗ്, അതായത് രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സൈഡ് വെയിൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വെയിൻ എന്ന് പറയുന്നത് ഐ വെയിൻ, ഒരു ഭാഗത്തുള്ളത് നമ്മൾ ഐ വെക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഐ വെയിൻ ആണ്. മറ്റേ ഭാഗത്ത്, അതായത് ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യുന്ന വെയിൻ ഒബ്ജക്റ്റ് വെയിൻ ആണ്. ഇപ്പോൾ രണ്ട് സൈറ്റിംഗ് വെയിൻസ് ഉണ്ടായിരിക്കും. ഇതൊരു സ്ട്രെയിറ്റ് എഡ്ജ് റൂളറാണ്. ദെൻ ഒരു എഡ്ജ് എന്ന് റൂളറിൻ്റെ, അതായത് ഈ റൂളറിൻ്റെ ഒരു ഭാഗത്ത് ഐ വെയിനും ഒരു ഭാഗത്ത് ഒബ്ജക്റ്റ് വെയിനുമാണ്. ഐ വെയിൻ എന്ന് പറയുന്നത് നേരോ ആയിട്ടൊരു സ്ലിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഒബ്ജക്റ്റ് വെയിൻ എന്ന് പറയുന്നത് വൈഡ് സ്ലിറ്റ് ആണ്, ഹാവിങ് തിൻ വയർ. അതിൽ ക്രോസ് സെൻറ്ററിൽ ഒരു തിൻ വയറുള്ള വൈഡ് സ്ലിറ്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെയിൻ എന്ന് പറയുന്നത്. രണ്ട് വെയിൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു ഹെലിഡൈഡിൻ്റെ റൂളർ എന്തായിരിക്കും, ബിവൽഡ് ആയിരിക്കും, ഗ്രാജുവേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ മാർക്കിങ്സ് ഉണ്ടായിരിക്കും മെഷർ ചെയ്യാനായിട്ട്. ദെൻ നമുക്കറിയാം ഈ ഒരു എന്താ പറയുക, ബിവൽഡ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള എഡ്ജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഈ ഒരു ലൈൻസ് മെഷർ ചെയ്ത് നമ്മൾ ഷീറ്റിൽ ഡ്രോ ചെയ്യാറ്. ദെൻ ആലിഡൈഡ് നമുക്കറിയാം രണ്ട് ടൈപ്പ് ഉണ്ടായിരിക്കും. ഒന്ന് പ്ലെയിൻ ആലിഡൈഡും ഉണ്ടായിരിക്കും, ദെൻ ഒന്ന് ടെലസ്കോപ്പിക് ആലിഡൈഡും ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലെയിൻ ടേബിളിലുള്ളത്, പ്ലംബിംഗ് ഫോർക്ക് വിത്ത് പ്ലം ബോബ്. പ്ലംബിംഗ് ഫോർക്ക് വിത്ത് പ്ലം ബോബ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് പോയിൻറ്റിനെ ഡ്രോയിങ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റിലുള്ള പോയിൻറ്റിനെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പ്ലംബിംഗ് ഫോർക്ക് വിത്ത് പ്ലം ബോബ്. നമുക്കറിയാം പ്ലംബിംഗ് ഫോർക്കിന് രണ്ട് പാർട്സ് ഉണ്ടായിരിക്കും. പ്ലംബിംഗ് ഫോർക്കിന് രണ്ട് പാർട്സ് ഉണ്ടായിരിക്കും. ഒന്നൊരു അപ്പർ ആമും ഉണ്ടായിരിക്കും, ഒന്ന് ലോവർ ആം ഉണ്ടായിരിക്കും. ഈ ഒരു ലോവർ ആമാണ് ലോവർ ആമിലെ ഹൂക്കിലാണ് നമ്മൾ പ്ലം ബോബ് ഹാങ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതാണ് ഗ്രൗണ്ടിലേക്ക് ഹാങ് ചെയ്യുന്ന പാർട്ട്. ദെൻ അപ്പർ ആം ഉണ്ടാവും. അപ്പർ ആം എന്ന് പറയുന്നത് അതിനൊരു പോയിൻറ്റഡ് എഡ്ജ് ഉണ്ടായിരിക്കും, അത് ഷീറ്റിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ എന്ത് ചെയ്യും, പ്ലം ബോബ് കറക്റ്റായിട്ട് ഗ്രൗണ്ട് പോയിൻറ്റ് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻറ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, അപ്പർ ആമിൻ്റെ ഹെൽപ്പോട് കൂടി ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് സ്പിരിറ്റ് ലെവൽ. സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത് പ്ലെയിൻ ടേബിൾ സർവേയിൽ പ്ലെയിൻ ടേബിളിനെ ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, സ്പിരിറ്റ് ലെവലിനെ അതായത് ബോത്ത് ഡയറക്ഷൻസിലും, അതായത് ഈ ഒരു ഷീറ്റിൻ്റെ അറ്റത്ത് എന്ത് ചെയ്യും, മ്യൂച്വലി പെർപെൻഡിക്കുലർ അതായത് നമുക്ക് അതിൻ്റെ സെൻട്രൽ പൊസിഷൻ അല്ലെങ്കിൽ ലെവൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ബബിൾ സെൻട്രൽ പൊസിഷൻ എപ്പോഴാണോ വരുന്നതെന്ന് നോക്കിയാൽ മതി. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്പിരിറ്റ് ലെവലിനെ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്, ഷീറ്റിൻ്റെ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡയറക്ഷൻസിലും വെക്കും, സെൻട്രൽ പൊസിഷൻ ആക്കും. സെൻട്രൽ പൊസിഷൻ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ പെർഫെക്റ്റ്ലി ലെവൽഡ് ആണെന്ന് അർത്ഥം. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രഫ് കോമ്പസ്. ട്രഫ് കോമ്പസ് എന്ന് പറയുന്നത് ഡ്രോയിങ് ഷീറ്റിൽ നോർത്ത് ലൈൻ മാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്കറിയാം ഒരു ബോക്സ് പോലെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ, ഫ്രീലി സസ്പെൻഡ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടായിരിക്കും അതിൻ്റെ സെൻറ്ററിൽ. ദെൻ അത് കാണിക്കുന്ന ഡയറക്ഷൻ ഏതാണോ അതാണ് അതിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ, നോർത്ത് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ട്രഫ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം ഡ്രോയിങ് ഷീറ്റ്സും വേണം, ഫ്ലോയിങ് ട്രൈപോഡ് അങ്ങനെയുള്ള ആക്സസറീസ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൺവേർട്ട് ദ ഫോളോയിങ് ഹോൾ സർക്കിൾ ബെയറിംഗ് ഇൻ ടു റെഡ്യൂസ്ഡ് ബെയറിംഗ്. ഈ ഒരു ഹോൾ സർക്കിൾ ബെയറിങ്ങിനെ നമ്മൾ റെഡ്യൂസ്ഡ് ബെയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഹോൾ സർക്കിൾ ബെയറിങ്ങിനെ റെഡ്യൂസ്ഡ് ബെയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഹോൾ സർക്കിൾ ബെയറിംഗ് നമുക്ക് തന്നിട്ടുള്ളത് 65 ഡിഗ്രി ആണ്. ഫസ്റ്റ് ഹോൾ സർക്കിൾ ബെയറിംഗ് തന്നിട്ടുള്ളത് 65 ഡിഗ്രി ആണ്. 65 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 65 ഡിഗ്രി നമ്മളിതിൽ മാർക്ക് ചെയ്യുമ്പോൾ 65 ഡിഗ്രി ഇപ്പോൾ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ദെൻ ഈസ്റ്റ്. ഇതിൽ 65 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഇതായിട്ടാണ് വരിക. നോർത്തിൽ നിന്നും 65 ഡിഗ്രി ഒരു ആംഗിളായിട്ടാണ് വരിക. സോ ഇതിൻ്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ എഴുതും. റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നോർത്തിനെയും സൗത്തിനെയും റെപ്രസെൻറ്റ് ചെയ്ത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡറിലാണ് വരുന്നത്. സോ ഇതിൻ്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നോർത്ത് 65 ഡിഗ്രി ഈസ്റ്റാണ് ഇതിൻ്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് നോർത്ത് 65 ഡിഗ്രി ഈസ്റ്റാണ് ഇതിൻ്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് വരുന്നത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 135 ഡിഗ്രിയാണ്. 135 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ക്വാഡ്രൻറ്റ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്,
ദെൻ ഇതിൻ്റെ ക്വാഡ്രൻറ്റ് വരയ്ക്കും 135 എന്ന് പറയുന്നത് ഇത് 0 ആണ്, ഇത് 180 ഡിഗ്രിയാണ്. 135 എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. 135 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. സോ നമ്മൾ റെഡ്യൂസ്ഡ് ബെയറിങ്ങിലേക്ക് എഴുതുമ്പോൾ എന്ത് വേണം? റെഡ്യൂസ്ഡ് ബെയറിങ്ങിലേക്ക് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? സൗത്തിനെ അല്ലെങ്കിൽ നോർത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ഈ 135 ഡിഗ്രി വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? സൗത്തിൽ നിന്നും എത്രയാണെന്നാണ് വേണ്ടത്. അപ്പോൾ സൗത്തിൽ നിന്നും എത്രയാണെന്നുള്ളത് ഈ ഒരു ആംഗിൾ വേണം. സോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ആദ്യം 180 ഡിഗ്രിയിൽ നിന്നും 135 ഡിഗ്രി മൈനസ് ചെയ്യും. 180യിൽ നിന്നും 135 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ് ആൻസർ കിട്ടുക. ദെൻ എന്ത് ചെയ്യും? നമുക്ക് ആംഗിൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സൗത്തിൽ നിന്നും 45 ഡിഗ്രി സൗത്തിൽ നിന്നും 45 ഡിഗ്രി ഈസ്റ്റിലാണ് നമ്മളിവിടെ നമ്മുടെ റെഡ്യൂസ്ഡ് ബെയറിംഗ് വരിക. അതായത് 135 ഡിഗ്രീനെ റെഡ്യൂസ്ഡ് ബെയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സൗത്ത് 145 ഡിഗ്രി ഈസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 300 ഡിഗ്രി. 300 ഡിഗ്രീനെ നമ്മളെങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ക്വാഡ്രൻറ്റ് വരയ്ക്കാം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ക്വാഡ്രൻറ്റ് വരയ്ക്കാം. 300 ഡിഗ്രിയാണ്. ഇത് 0, ഇത് 90, ഇത് 180, ഇത് 270. ദെൻ എന്താണ് ഇത് 300 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് 300 വരിക. 300 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് ബെയറിംഗ് പറയുമ്പോൾ നമ്മൾ നോർത്തിൽ നിന്നുള്ള ആംഗിളാണ് റെഡ്യൂസ്ഡ് ബെയറിംഗിൽ പറയാൻ പറ്റുള്ളൂ. നോർത്തിൽ നിന്നുള്ള ആംഗിൾ വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. നോർത്തോ സൗത്ത് എന്നോ മാത്രമേ നമ്മൾ ആംഗിൾസ് റെഡ്യൂസ്ഡ് ബെയറിംഗിൽ പറയുള്ളൂ. നോർത്തിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ വരും? 360 ഡിഗ്രി മൈനസ് 300 ഡിഗ്രി ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ റെഡ്യൂസ്ഡ് ബെയറിംഗ് എഴുതുമ്പോൾ എന്ത് വരും? നോർത്ത് 60 ഡിഗ്രി വെസ്റ്റ്. നോർത്ത് 60 ഡിഗ്രി വെസ്റ്റ്. ഇങ്ങനെയാണ് റെഡ്യൂസ്ഡ് ബെയറിംഗ് എഴുതുന്നതിൽ നമ്മൾ ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹോൾസോ ഈ ഒരു 300 ഡിഗ്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ബാക്ക് സൈഡ്? ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ബാക്ക് സൈഡ് ബെഞ്ച് മാർക്ക് ഡാറ്റം. അപ്പോൾ എന്താണ് ബാക്ക് സൈഡ്? ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ റീഡിംഗ് ടേക്കൺ ബൈ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് on a leveling staff held on a point whose elevation is known. It is the first reading taken on a benchmark after setting up of the instrument. അതായത് ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് റീഡിംഗ് ആണ്. നമുക്ക് എലിവേഷൻ അറിയാവുന്ന റീഡിംഗ്, ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്ന ഫസ്റ്റ് റീഡിങ്ങിനെയാണ് ബാക്ക് സൈറ്റ്. ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്ന റീഡിംഗ് ആണ് ബാക്ക് സൈറ്റ്. അതായത് നമുക്ക് എലിവേഷൻ അറിയാവുന്ന പോയിൻ്റാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ അതിന് എലിവേഷൻ അറിയാവുന്ന ഒരു പോയിന്റിലേക്ക് എടുക്കുന്ന റീഡിങ്ങിനെയാണ് നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് റീഡിംഗ് ആണ് ബാക്ക് സൈറ്റ്. അപ്പോൾ ഫോർ സൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദി ലാസ്റ്റ് റീഡിംഗ്. ദെൻ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് പോയിൻ്റാണ്. ഇതിൻ്റെ എലിവേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത് നമുക്കറിയാം നോൺ എലിവേഷനുള്ള ഒരു പോയിന്റിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുക. എല്ലാ ഓപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ബെഞ്ച് മാർക്കിൽ നിന്നായിരിക്കും. നോൺ എലിവേഷനുള്ള പോയിന്റിൽ നിന്നായിരിക്കും എല്ലാ ഓപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യുക. ആ നോൺ എലിവേഷനുള്ള പോയിൻ്റാണ് ബെഞ്ച് മാർക്ക്. ദെൻ ഡാറ്റം എന്ന് പറയുന്നത് ലെവലിങ്ങിൽ നമുക്ക് അറിയാം. ലെവലിംഗ് എന്ന് പറയുന്നത് അതിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനെയാണ് ലെവലിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ലെവലിങ്ങിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു അസ്യൂംഡ് ആയിട്ടുള്ള ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു ലൈനിൽ നിന്നുമാണ്. ഒരു അസ്യൂംഡ് ആയിട്ടുള്ള ഒരു സർഫസിൽ നിന്നുമാണ്. അതായത് നമുക്ക് ഒരു പോയിൻറ്റിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഒരു റെഫറൻസ് ആയിട്ടുള്ളൊരു സർഫസ് വേണ്ടേ? അപ്പോൾ ആ ഒരു റെഫറൻസ് സർഫസിനെയാണ് നമ്മൾ ഡാറ്റം എന്ന് പറയുക. നമ്മൾ ഈ ഒരു സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഡാറ്റ ആയിട്ട് എടുക്കുന്നത് മീൻ സീ ലെവൽ, കറാച്ചിയിലുള്ള മീൻ സീ ലെവലാണ്. സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് അവർ സർവേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മീൻ സീ, അതായത് ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് സർവേ ചെയ്യുന്ന സമയത്ത് അവർ മീൻ സീ ലെവലാണ്, കറാച്ചിയിലെ മീൻ സീ ലെവലാണ് അവർ ഡാറ്റ ആയിട്ട് എടുക്കാറ്. ആ ബെഞ്ച് മാർക്കിനെയാണ് നമ്മൾ GTS ബെഞ്ച് മാർക്ക്, ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്, GTS ബെഞ്ച് മാർക്സ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? റെഫറൻസ് ആയിട്ട് നമ്മളൊരു മെഷർ സർവേ ലെവലിങ്ങിന് നമ്മൾ റെഫറൻസ് ആയിട്ട് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഒരു സർഫസിനെയാണ് ഡാറ്റം സർഫസ് എന്ന് പറയുക. ലൈനെ ഡാറ്റം ലൈൻ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് എന്താ പറയുക വെച്ചാൽ ഡിഫറൻഷിയേറ്റ് കോണ്ടൂർ ഇൻ്റർവെൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കോണ്ടൂർ ഇൻ്റർവെൽ എന്താണ്? ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് എന്താണ്? നമുക്കറിയാം എന്താണ് കോണ്ടൂർസ് എന്ന് നമുക്കറിയാം. എന്താണ് കോണ്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോണ്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എലിവേഷനുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ലൈനെയാണ് കോണ്ടൂർ ലൈൻ എന്ന് പറയുക. സെയിം എലിവേഷനുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു കോണ്ടൂർ സർഫസ് അല്ലെങ്കിൽ കോണ്ടൂർ ലൈൻ. കോണ്ടൂർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലൈൻ, ഇമാജിനറി ലൈൻ.
അതൊരു കോണ്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി ലൈനാണ് ജോയിനിങ് ദ പോയിൻറ്റ്സ് ഓഫ് സെയിം എലിവേഷൻ. അതായത് സെയിം എലിവേഷനുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. ദെൻ എന്താണ് കോണ്ടൂർ ഇൻ്റർവെൽ, എന്താണ് ഹൊറിസോണ്ടൽ ഇക്വലൻ്റ്? കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, ഇതിൽ ഈ ഒരു ഫിഗറിൽ നമുക്കറിയാവുന്നതാണ്. ഇതാണ് 98 എന്ന് പറയുന്ന മീറ്റർ, 98 മീറ്റർ ഹൈറ്റ് വരുന്ന എല്ലാ പോയിൻറ്റ്സ്, 98 എലിവേഷൻ വരുന്ന എല്ലാ പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ലൈനാണ് ഇത് കോണ്ടൂർ ലൈനാണ്. 98 എന്നോട് മാർക്ക് ചെയ്ത്. ഇത് 99 എലിവേഷൻ വരുന്ന എല്ലാ പോയിൻറ്റ്സും ജോയിൻ ചെയ്താൽ കിട്ടുന്നത്. 100 എലിവേഷൻ വരുന്ന എല്ലാ പോയിൻറ്റ്സും ജോയിൻ ചെയ്താൽ കിട്ടുന്നത്. സോ നമുക്കറിയാം ഇവിടെ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഈ 98 ഇത് നമ്മളൊരു വെർട്ടിക്കലായിട്ട് വരയ്ക്കും. ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള ഹൈറ്റ് ഡിസ്റ്റൻസ് ആണ്. സോ ഇത് വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്നു. ഇതിപ്പോൾ പ്ലാനാണ്. ഇതിൽ നമ്മൾ സെക്ഷനിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ട് ഇത് വരയ്ക്കുന്ന സമയത്ത് എന്താണ് 98 എലിവേഷൻ വരുന്നതും 99 എലിവേഷൻ വരുന്നതും ഈ രണ്ടും തമ്മിലുള്ള കോൺസിക്യൂട്ടീവായിട്ട് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് കോണ്ടൂസ്, ഈ കോൺസിക്യൂട്ടീവായിട്ട് രണ്ട് കോണ്ടൂസിൻ്റെ ബിറ്റ്വീനിലുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേര് കോണ്ടൂർ ഇൻ്റർവെൽ എന്നാണ്. അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതായത് ഇതിലാണ് നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂസ് കോണ്ടൂർ ഇൻ്റർവെല്ലും ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂസിൻ്റെ ബിറ്റ്വീനിൽ വരുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് വിളിക്കുക. സോ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിലെ കോണ്ടൂർ ഇൻ്റർവെല്ലും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റ് ഔട്ട് ദി ഫണ്ടമെൻ്റൽ ലൈൻസ് ഓഫ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ്. എന്താണ് തിയോഡലൈറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസ്, ഏതൊക്കെയാണ്? ഇപ്പോൾ നമുക്കറിയാം കുറേ തിയോഡലൈറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസ് നമുക്കറിയാം. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ലൈൻ എന്താണ് വെർട്ടിക്കൽ ആക്സിസ്. നമുക്കറിയാം ഇതാണ് ഇതിൻ്റെ വെർട്ടിക്കൽ ആക്സിസ്. ഒരു തിയോഡലൈറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ about which the instrument rotate in the horizontal plane. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ലൈനാണ് ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽ. ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽ ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽ, അതായത് പ്ലേറ്റ് ലെവലിൻ്റെ ആക്സിസ്, അതായത് അതൊരു സ്ട്രേറ്റ് ലൈനാണ് ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദ ബബിൾ ട്യൂബ് അറ്റ് ഇറ്റ്സ് മിഡിൽ പോയിൻറ്റ്. It is a straight line tangential to the longitudinal curve of the bubble tube at its middle point. അതായത് ബബിൾ ട്യൂബിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ കർവിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽ എന്ന് പറയുക. മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ ലൈനാണ് ലൈൻ ഓഫ് കൊല്ലിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ്. ലൈൻ ഓഫ് കൊല്ലിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ്. ഈ ലൈൻ ഓഫ് കൊല്ലിമേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ലൈനാണ്. പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ക്രോസ് ഹെയർസ് ഓഫ് ദ ഡയഫ്രം ആൻഡ് ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂഷൻ. അതായത് ഈ ഒരു ഡയഫ്രത്തിൻ്റെ ക്രോസ് ഹെയർസിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെയും ഈ ഒബ്ജക്റ്റീവിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെയും പാസ് ചെയ്തു പോകുന്ന ഒരു ഇമാജിനറി ലൈനാണെന്ത്? ലൈൻ ഓഫ് കൊല്ലിമേഷൻ. അതിൻ്റെ കണ്ടിന്യൂഷൻ, അത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ലൈനാണ്. ഇതിനെയാണ് ലൈൻ ഓഫ് കൊല്ലിമേഷൻ. ഇറ്റ് ഇസ് എൻ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദി intersection of the crosshairs of the diaphragm and the optical center of the objective and its continuation. ഇതിനെ ലൈൻ ഓഫ് സൈറ്റ് എന്നും പറയും. ലൈൻ ഓഫ് കൊല്ലിമേഷൻ ലൈൻ ഓഫ് സൈറ്റ് എന്നും പറയും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹൊറിസോണ്ടൽ ആക്സിസ്. എന്താണ് ഹൊറിസോണ്ടൽ ആക്സിസ്? ഹൊറിസോണ്ടൽ ആക്സിസിൻ്റെ വേറൊരു പേരാണ് ട്രിനിയൻ ആക്സിസ്. ട്രിനിയൻ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിൻ്റെ വേറൊരു പേരാണ്. ദെൻ എന്താണ് ഹൊറിസോണ്ടൽ ആക്സിസ്? ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ഇമാജിനറി ആയിട്ടുള്ള ലൈനാണ് എബൌട്ട് വിച്ച് ദി ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ചെയ്ത് ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ, ഈ ഇൻസ്ട്രുമെൻറ്റ് വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഇമാജിനറി ലൈൻ. ഇറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ എബൌട്ട് വിച്ച് ഈ ഒരു ഇമാജിനറി ലൈൻ എബൌട്ടാണ് ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ. ഇറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ എബൌട്ട് വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഹൊറിസോണ്ടൽ ആക്സിസ്, ട്രിനിയൻ ആക്സിസ് എന്നും പറയും. ദെൻ നമുക്കറിയാം അടുത്ത അഞ്ചാമത്തെ ലൈനാണ് ബബിൾ ലൈൻ ഓഫ് ദി ഓൾട്ടിറ്റ്യൂഡ് ലെവൽ ഓർ ടെലസ്കോപ്പ് ലെവൽ. ടെലസ്കോപ്പ് ലെവലിൻ്റെ ബബിൾ ലൈൻ ഓഫ് ദി ഓൾട്ടിറ്റ്യൂഡ് ലെവൽ ഓർ ടെലസ്കോപ്പ് ലെവൽ എന്ന് പറയുന്നത് അഞ്ചാമത്തെയാണ്. ഓൾട്ടിറ്റ്യൂഡ് ലെവലിൽ ടെലസ്കോപ്പ് ലെവലിൻ്റെ ബബിൾ ലൈൻ നമുക്കറിയാം അതൊരു ഒരു ഇമാജിനറി ലൈൻ തന്നെയാണ്. ഒരു ഇമാജിനറി ലൈനാണ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക്കൽ ഐ പീസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെയും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെയും തമ്മിൽ പാസ് ചെയ്ത് പോകുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് ഈ ബബിൾ ലൈൻ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് അല്ലെങ്കിൽ ബബിൾ ലൈൻ ഓഫ് ദി ഓൾട്ടിറ്റ്യൂഡ് ലെവൽ ഓർ ടെലസ്കോപ്പ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽ ലൈൻസ്. ഫസ്റ്റ് വൺ വെർട്ടിക്കൽ ആക്സിസ്, then axis of plate level, then line of collimation, then horizontal axis or Tronian axis,
then bubble line of the altitude level or telescope level. Then അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് കോൺസിക്യൂട്ടീവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. അതായത് എന്താണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്, എന്താണ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്. അപ്പോൾ എന്താണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്. നമുക്കറിയാം കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ദി ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ, ഏതൊരു പോയിൻറ്റിൻ്റെയും ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചർ വിത്ത് റെഫറൻസ് ടു പ്രിസീഡിങ് പോയിൻറ്റ്, മുന്നേയുള്ള പോയിൻറ്റിന് റെഫർ ചെയ്തിട്ട് ഉള്ള ഒരു ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചറാണ് കോൺസിക്യൂട്ടീവ്. അടുത്തടുത്ത് കിടക്കുന്ന കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് ഇത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എനി പോയിൻറ്റ് വിത്ത് റെഫറൻസ് ടു പ്രിസീഡിങ് പോയിൻറ്റ്. ദെൻ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എനി പോയിൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എ കോമൺ ഒറിജിൻ. ഒരു കോമൺ ഒറിജിനെ റെസ്പെക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണ്. കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എനി പോയിൻറ്റ് വിത്ത് റെഫറൻസ് ടു പ്രിസീഡിങ് പോയിൻ്റ് ആണ്. The latitude and departure of any point with respect to a common origin is called as independent coordinates. Then next question, what are the temporary adjustments of theodolite? ഒരു തിയോഡലൈറ്റിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ദെൻ അത് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം മെയിനായിട്ട് 5 ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പറയാറ്. ഫസ്റ്റ് വൺ ഈസ് സെറ്റിംഗ് അപ്പ്, ദെൻ സെൻറ്ററിങ്, ദെൻ ലെവലിംഗ്, ദെൻ ഫോക്കസിങ് ദി ഐ പീസ്, ദെൻ ഫോക്കസിങ് ദി ഒബ്ജക്റ്റീവ്. ഇതിൽ എന്താണ് ഈ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത്? സെറ്റിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റിംഗ് അപ്പ്? അപ്പോൾ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്ട്രുമെൻറ്റ് പ്ലേസ് ദി ഇൻസ്ട്രുമെൻറ്റ് ഓവർ ദി സ്റ്റേഷൻ. ഇൻസ്ട്രുമെൻറ്റിന് സ്റ്റേഷന് മുകളിൽ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ സെറ്റിംഗ് അപ്പ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രൈപോഡിൻ്റെ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സോ ദാറ്റ് ഒരു നമുക്ക് പറ്റിയ ഒരു കൺവീനിയൻറ്റ് ഹൈറ്റിലായിരിക്കണം ട്രൈപോഡ് പ്ലേസ് ചെയ്യേണ്ടത്. സോ ദ ഹൈറ്റ് ഓഫ് ട്രൈപോഡ് ഈസ് ടു ബി അഡ്ജസ്റ്റഡ്. നമുക്കിങ്ങനെ വേണ്ട അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. സോ അതിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്റ്റേഷനിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സെൻറ്ററിങ്. സെൻറ്ററിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ദി ഇൻസ്ട്രുമെൻറ്റിനെ സെറ്റിംഗ് ചെയ്യുന്നത് എക്സാക്ട്ലി ഓവർ ദി സ്റ്റേഷൻ പോയിൻറ്റ്. എക്സാക്റ്റായിട്ട് ഈ ഒരു സ്റ്റേഷൻ പോയിൻറ്റിൽ ഇൻസ്ട്രുമെൻറ്റിനെ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെൻറ്ററിങ് എന്ന് പറയുന്നത്. സെൻറ്ററിങ് ചെയ്യാനായിട്ട് നമുക്ക് പ്ലംബോബിൻ്റെ ഹെൽപ്പ്. സെൻറ്ററിങ് ഇസ് ഡൺ ബൈ മീൻസ് ഓഫ് പ്ലംബോബ് ഓർ ഒപ്റ്റിക്കൽ പ്ലമറ്റ്. ഒന്നുകിൽ പ്ലംബോബോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്ലമറ്റ്. ഈ ഒരു തിയോഡലൈറ്റ് തന്നെ ഒപ്റ്റിക്കൽ പ്ലമറ്റ് ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിങ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് ലെവലിംഗ് അപ്പ്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ലെവലിംഗ് അപ്പ്. സ്റ്റെപ്പാണ് ലെവലിംഗ് അപ്പ്. ലെവലിംഗ് എന്ന് പറയുന്നത് ലെവലിംഗ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് ബബിളും അതുപോലെ ഫുഡ് സ്ക്രൂസ് യൂസ് ചെയ്തിട്ടാണ്. ലെവലിംഗ് ചെയ്യാനായിട്ട് പ്ലേറ്റ് ബബിളും അതുപോലെ തന്നെ ഫുഡ് സ്ക്രൂസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ലെവൽ ചെയ്യാറ്. പ്ലേറ്റ് ബബിളും ഫുഡ് സ്ക്രൂസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലെവൽ ചെയ്യാറ്. അപ്പോൾ ഈ ലെവലിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ട്രൈപോഡ്സിൻ്റെ ലെഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ലെവലിംഗ് ചെയ്യും. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലെവലിംഗ് എന്ന് പറയുന്നത് ഫുഡ് സ്ക്രൂസ് വെച്ചിട്ടാണ് നമ്മൾ ലെവൽ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് സ്ക്രൂസ് വെച്ച് ലെവൽ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം ഫുഡ് സ്ക്രൂസ് വെച്ച് ലെവൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സെൻറ്ററിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാം 3 ഫുഡ് സ്ക്രൂസ് ആണുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ നമ്മുടെ പ്ലേറ്റ് ബബിള് നമ്മൾ ആദ്യം ഏതെങ്കിലും 2 ഫുഡ് സ്ക്രൂസിന് അടുത്തടുത്ത് കിടക്കുന്ന അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 2 ഫുഡ് സ്ക്രൂസിന് പാരലൽ ആക്കിയിട്ട് പ്ലേറ്റ് ബബിൾ വെക്കും. എന്നിട്ട് ഈ 2 ഫുഡ് സ്ക്രൂസ് ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബബിൾ നോക്കും, ബബിൾ ട്യൂബിലെ ബബിൾ നോക്കും. ഈ ഒരു ബബിൾ സെൻറ്ററിലേക്ക് എപ്പോഴാണോ വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതായത് സെൻറ്ററിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് റൊട്ടേറ്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, നമ്മൾ സെൻറ്ററിലേക്ക് വന്നതിന് ടെലസ്കോപ്പ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് അടുത്ത ഫുഡ് സ്ക്രൂവിന് പാരലൽ മുകളിൽ വെച്ചിട്ട് ആ ഫുഡ് സ്ക്രൂ നമ്മൾ ഇൻവേർഡ് ഔട്ട്വേർഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബബിളിനെ സെൻറ്ററിലേക്ക് വരുത്തും. ദെൻ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് അതേപോലെ ടെലസ്കോപ്പിനെ പഴയ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഒരു ബബിൾ സെൻറ്ററിലാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ ബബിൾ സെൻറ്ററിലായി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പെർഫെക്റ്റ്ലി ലെവൽഡ് ആയി എന്നർത്ഥം. അങ്ങനെയാണ് ചെയ്യുന്ന പ്രോസസ്സാണ് ലെവലിംഗ് അപ്പ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫോക്കസിങ് ദി ഐ പീസ്. എന്താണ് ഫോക്കസിങ് ദി ഐ പീസ് എന്ന് പറയുന്നത്? എന്തിനാണ് ഐ പീസ് ഫോക്കസ് ചെയ്യുന്നത്? നമുക്കറിയാം ഫോക്കസിങ് ദി ഐ പീസ് മീൻ ചെയ്യണത് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ദി ക്രോസ് ഹെയർസ് ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. അതായത് ക്രോസ് ഹെയർസിനെ
ക്രോസ് ഹെയർസിനെ ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഐ പീസിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഐ പീസ് അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഐ പീസിനെ റൊട്ടേറ്റ് ചെയ്യിക്കും, ഇൻ ഓർ ഔട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ക്രോസ് ഹെയർസ് ക്ലിയർ ആൻഡ് ഷാർപ്പായിട്ട് അപ്പിയർ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഐ പീസിനെ മൂവ് ചെയ്യിക്കും. ഐ പീസ് ഈസ് മൂവ്ഡ് ഇൻ ഓർ ഔട്ട് ബൈ റൊട്ടേറ്റിംഗ് ഇറ്റ് ഗ്രാജുവലി അൺടിൽ ക്രോസ് ഹെയർസ് അപ്പിയർ ക്ലിയർ ആൻഡ് ഷാർപ്പ്. അതായത് ക്രോസ് ഹെയർസ് ക്ലിയർ ആൻഡ് ഷാർപ്പ് ആവുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഐ പീസിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. അതാണ് ഐ പീസിനെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് ഹെയർസ് ക്ലിയർ ആൻഡ് ഷാർപ്പ് ആവുന്നവരെ, ക്രോസ് ഹെയർസ് ക്ലിയർ ആൻഡ് ഷാർപ്പായിട്ട് കാണുന്നവരെ നമ്മൾ ഐ പീസിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. ഐ പീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി വിഷൻ ഓഫ് ദി ഒബ്സർവറിൻ്റെ വിഷൻ അനുസരിച്ചാണ് അത് ഐ പീസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ദെൻ ഐ പീസിനെ ഫോക്കസ് ചെയ്യിക്കാനായിട്ട് വേറൊരു മെത്തേഡ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഫ്രണ്ടിൽ, നമുക്കറിയാം ഒബ്ജക്റ്റീവ് ഐ പീസ് കൊണ്ടും ടെലസ്കോപ്പിന് ഐ വെക്കുന്ന ഭാഗമാണ് ഐ പീസ്, ഒബ്ജക്റ്റിന് ഫോക്കസ് ചെയ്യുന്ന ഭാഗം ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വൈറ്റ് പേപ്പർ, ഒബ്ജക്റ്റീവിൻ്റെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് പേപ്പർ പ്ലേസ് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കും, പ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഐ പീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ ആയിട്ട് ഈ ഒരു ക്രോസ് ഹെയർസ് കാണുന്ന രീതിക്ക് നമ്മൾ ഐ പീസിനെ റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെയും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെലസ്കോപ്പിനെ ഒരു സ്കൈയിലേക്ക് ഡയറക്റ്റ് ചെയ്യിക്കുക, സ്കൈയിലേക്ക് പോയിൻ്റ് ചെയ്യിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഐ പീസ് തിരിച്ചു കൊടുക്കുക, ഐ പീസ് ടേൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്ലിയർ ആയിട്ട് ക്രോസ് ഹെയർസ് കാണുന്നത് വരെ ഐ പീസ് ടേൺ ചെയ്യാം. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐ പീസിനെ ഫോക്കസ് ചെയ്യാം. ഒന്ന് വൈറ്റ് പേപ്പർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഒബ്ജക്റ്റീവ് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ടെലസ്കോപ്പിനെ പോയിൻറ്റഡ് ടുവേർഡ്സ് ദി സ്കൈ. ദെൻ എന്തിനാണ് ഐ പീസ് ഫോക്കസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി, ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്രോസ് ഹെയർസ് കിട്ടാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ കറക്റ്റായിട്ട് ഇമേജ് കോയിൻസൈഡ് ചെയ്യണമെന്ന് കാണാൻ പറ്റുള്ളൂ. ദെൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫോക്കസിങ് ദി ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ക്ലിയർ ആൻഡ് ഷാർപ്പ് ആയിട്ട് കാണാനായിട്ട്, ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ക്ലിയർ ആൻഡ് ഷാർപ്പാക്കാനായിട്ടാണ്, ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു ഫോക്കസിങ് സ്ക്രൂ ഉണ്ടായിരിക്കും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, അത് ടേൺ ചെയ്യുക, ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ക്ലിയർ ആൻഡ് ഷാർപ്പായിട്ട് കാണുന്നത് വരെ. അപ്പോൾ ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യുന്നത് വഴി നന്നായി ഫോക്കസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരലാക്സ് എന്ന് പറയുന്ന എറർ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പാരലാക്സ് എന്ന് പറയുന്ന എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ പാരലാക്സ് എന്ന് പറയുന്ന എറർ? പാരലാക്സ് എന്ന് പറഞ്ഞ എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എറർ, അതായത് നന്നായി ഫോക്കസ് ചെയ്ത് തന്നെ ഈ ഒരു എറർ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാരലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒബ്ജക്റ്റ് ക്രോസ് ഹെയർസിൻ്റെ അനുസരിച്ച് അപ്പാരൻ്റ് ആയിട്ട് മൂവ് ചെയ്യുക. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് റിലേറ്റീവ് ടു ദി ക്രോസ് ഹെയർസ് ആണ് വെൻ ദ ഒബ്സർവർ മൂവ്സ് ഈസ് ഹൈ ഫ്രം വൺ സൈഡ് ടു ദി അതർ ഓർ ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് ഒബ്സർവർ കണ്ണ് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ടോപ്പ് ടു ബോട്ടം, അല്ലെങ്കിൽ ഒബ്സർവർ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഐ മാറ്റുന്നതിനനുസരിച്ച്, മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്രോസ് ഹെയർസിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒബ്ജക്റ്റിൻ്റെ ഇമേജ്, ക്രോസ് ഹെയർസിൻ്റെ കൂടെ ഇമേജും മൂവ് ചെയ്യണമായിട്ട് നമുക്ക് അപ്പാരൻ്റായിട്ട് മൂവ് ചെയ്യണമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു എററിനെയാണ് നമ്മൾ പാരലാക്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നന്നായി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റീവ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പാരലാക്സ് എന്ന് പറയുന്ന ഒരു എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്: സെറ്റിംഗ് അപ്പ്, സെൻറ്ററിങ്, ലെവലിംഗ്, ഫോക്കസിങ് ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റിൽ ഒരു ടെലസ്കോപ്പ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ടെലസ്കോപ്പ് മൗണ്ടഡ് ഓൺ എ ബേസ്. ഒരു ഇലക്ട്രോണിക് ടെലസ്കോപ്പ് മൗണ്ടഡ് ഓൺ എ ബേസ് ആണ്. ആൻഡ് ഇതിലൊരു ഇലക്ട്രോണിക് ആയിട്ടൊരു സ്ക്രീൻ ഉണ്ടായിരിക്കും, റീഡ് ചെയ്യാൻ ഇലക്ട്രോണിക് സ്ക്രീൻ ആയിരിക്കും. അത് വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും ഡിസ്പ്ലേ ചെയ്യും. പിന്നെ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടാനായിട്ട് നമ്മളിത് എന്ത് ചെയ്യും, ഈ ഒരു സ്ക്രീൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾസ് മോർ ആക്യുറേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റ് സ്ക്രീൻ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ഹാവ് ദി എബിലിറ്റി ടു ഇലക്ട്രോണിക്കലി ഇൻ്റർഫേസ് ടു ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രോണിക്കലി കളക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റൻറ്റ് എറർ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും.
അത് കഴിഞ്ഞ് ബാക്ക് സൈഡ് റീഡിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 സെറ്റ് ബട്ടൺ ഉണ്ട്. റാപ്പിഡായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ഓറിയൻറ്റ് ചെയ്യാനായിട്ടൊരു 0 സെറ്റ് ബട്ടൺ ഉണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആംഗിൾസ് എടുക്കാനായിട്ട് നമുക്ക് ടേൺ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് റിപ്പീറ്റ് ടേൺ ചെയ്യാനായിട്ടുള്ളൊക്കെ മോഡുകൾ ഇതിലുണ്ട്. റിപ്പീറ്റായിട്ട് ആംഗിൾ ആവറേജിങ്ങിലുള്ള മോഡും നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റിലുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് GIS? എന്താ ഈ GIS എന്ന് പറയുന്നത്? നമുക്കറിയാം GIS എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റമാണ് GIS. GIS എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ ക്യാപ്ചറിങ്, സ്റ്റോറിങ്, ചെക്കിങ് ആൻഡ് ഡിസ്പ്ലേയിങ് ഡാറ്റ റിലേറ്റഡ് ടു പൊസിഷൻ ഓൺ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൻ്റെ പൊസിഷൻ റിലേറ്റ് ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും ചെക്ക് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് GIS എന്ന് പറയുന്നത്. GISന് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോ ചെയ്യാൻ പറ്റും. ഒരു മാപ്പ് തന്നെ ഡിഫറെൻറ്റ് ഡാറ്റ, അത് സ്ട്രീറ്റ് ഡാറ്റയാണ്, ബിൽഡിംഗ് ഡാറ്റ, ഒരു ജോഗ്രഫിക് ഏരിയയിലെ ഡാറ്റ പറയുമ്പോൾ അത് എല്ലാ ടൈപ്പ് ഡാറ്റാസും എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. സ്ട്രീറ്റിലെ ഡാറ്റ, ബിൽഡിംഗ്, വെജിറ്റേഷൻ, എല്ലാ ടൈപ്പ് ഡാറ്റാസും ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരൊറ്റ മാപ്പ് കണ്ടാൽ തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ റിലേഷൻഷിപ്പ്, എല്ലാ വെജിറ്റേഷൻ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ മാപ്പിൽ നിന്ന് തന്നെ അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് GIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. GIS ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ ക്യാപ്ചറിങ്, സ്റ്റോറിങ്, ചെക്കിങ്, ഡിസ്പ്ലേയിങ് ഡാറ്റ റിലേറ്റഡ് ടു പൊസിഷൻസ് ഓൺ എർത്ത് സർഫസ്. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ പാർട്ട് എയും കഴിഞ്ഞു, പാർട്ട് ബിയും കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് പാർട്ട് സിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് സിയുടെ പ്രത്യേകത നമുക്കറിയാം. പാർട്ട് സിയിൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് 7 മാർക്സ് ആയിരിക്കും പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ യൂണിറ്റിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ഓരോ യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻസിന് കൂടെ അതിന് തന്നെ ഓർ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ദെൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ഗിവൺ പ്ലോട്ട് യൂസിങ് ക്രോസ്റ്റാഫ് സർവേ. ക്രോസ്റ്റാഫ് സർവേ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗിവൺ പ്ലോട്ടിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, അതായത് ചെയിനിലുള്ള ചെയിനേജ് തന്നിട്ടുണ്ട്. 0, 25, 35, 50, 65 എന്ന് പറഞ്ഞ ചെയിനേജ് തന്നിട്ടുണ്ട്. ആ ചെയിനേജിൻ്റെ ഓരോ ഭാഗത്തും വരുന്ന ഓഫ്സെറ്റ് നമുക്കൊരു തന്നിട്ടുണ്ട്. ഓഫ്സെറ്റ് തന്നിട്ട് 0 ആകുമ്പോൾ 0 തന്നെയാണ് ഓഫ്സെറ്റ്, 25 ആകുമ്പോൾ 6 ലെഫ്റ്റ്, 35 ആകുമ്പോൾ 9 റൈറ്റ്, അങ്ങനെ ഉള്ള 12 ലെഫ്റ്റാണ് 50. അങ്ങനെയുള്ള ലാസ്റ്റ് 65 പിന്നെയും 0 തന്നെയാണ് വരുന്നത്. അങ്ങനെ ഓഫ്സെറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചെയിനേജിനനുസരിച്ച് ഓഫ്സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് പ്ലോട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇതിനെ ഈ ഒരു റീഡിങ്ങിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുക? ആദ്യം നമ്മൾ ചെയിനേജ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ചെയിനേജ് വരയ്ക്കുമ്പോൾ അതുപോലെ ചെയിനേജ് വരച്ചു. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം കേട്ടോ, ഞാൻ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ ചെറിയതായി വളഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ചെയിനേജ് വരച്ചു. ചെയിനേജിൻ്റെ 0 അടയാളപ്പെടുത്തി, അതുപോലെ 25 നമ്മൾ അടയാളപ്പെടുത്തി മാർക്ക് ചെയ്തു. ഇതെന്താണ് 35, ദെൻ 50, ദെൻ 65. ഇതിനെന്ത് ചെയ്തു, ഇങ്ങനെ ചെയിനേജ് അടയാളപ്പെടുത്തി. ഇതെന്തിൻ്റെ ഓഫ്സെറ്റ് 0 ചെയിനേജിലാവുമ്പോൾ ഓഫ്സെറ്റ് 0 തന്നെയാണ്. ദെൻ 25 ചെയിനേജിലാവുമ്പോൾ നമ്മൾ 6 ലെഫ്റ്റ് എടുത്തു. ദെൻ 35 9 റൈറ്റ്, 50 12 ലെഫ്റ്റ്, 12 ലെഫ്റ്റ്, പിന്നെ 65 0. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്യിച്ചു. 0 25 ഓഫ്സെറ്റ് 6ലേക്ക് ജോയിൻ ചെയ്യിച്ചു. ഇത് 9 ജോയിൻ ചെയ്യിച്ചു. ദെൻ 12 6 ജോയിൻ ചെയ്യിച്ചു. ഇതിനെന്താണ് 60, ഇത് ഈ 12 65 ജോയിൻ ചെയ്യിച്ചു. 9 എന്ന് പറയുന്നത് ഈ ഒരു ഓഫ്സെറ്റും ഈ ഒരു ഇതും, വേറെ ഓഫ്സെറ്റ്സ് ഒന്നും ഈ ഭാഗത്തില്ല, അതുകൊണ്ട് നമ്മൾ 65 0 ഇതിലേക്ക് തന്നെ ജോയിൻ ചെയ്യിച്ചു. ഇത്രയാണ് നമ്മളുടെ എന്താണ് ഈ ഒരു പ്ലോട്ട്. അതായത് ഈ ഒരു പ്ലോട്ടിനെ നമ്മൾ ക്രോസ്റ്റാഫ് സർവേയുടെ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഡാറ്റ വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഓരോ ഏരിയയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഓരോ ട്രയാങ്കിൾസ്, ഇപ്പോൾ ഇതൊക്കെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഈ ഓരോ ട്രയാങ്കിളിനും നമ്മൾ എന്ത് ചെയ്യണം, പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ,
ഇത് സെക്കൻഡ് ട്രപ്പീസിയം, സെക്കൻഡ് ഫിഗർ ട്രപ്പീസിയം, ഇത് തേർഡ് ട്രയാങ്കിൾ, ദെൻ ഫോർത്ത്, ദെൻ ഫിഫ്ത്ത്. ഇങ്ങനെ നമ്മളിതിനെ നെയിം ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ ഓരോ ട്രയാങ്കിളിൻ്റെ ഓരോ അല്ലെങ്കിൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് വരുന്നത്, 25 ബേസ് ഇൻറ്റു ഹൈറ്റ് വരുന്നത് 6 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു 6, ആൻസർ വരുന്നത് എത്രയാണ്, 75. അതാണ് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ദെൻ നെക്സ്റ്റ് ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ അല്ല, സെക്കൻഡ് എന്താണ്, ട്രപ്പീസിയാണ് വരുന്നത്. ഏരിയ ഓഫ് സെക്കൻഡ് ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, സെക്കൻഡ് ഫിഗർ ട്രപ്പീസിയാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ കാണാം. നമുക്കറിയാം ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്യണം, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ് ആണ് ചെയ്യുക. എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ് ഇറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടും ബി എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടും ആക്കി എടുക്കുക. അതായത് എ എന്ന് പറയുന്നത് 6ഉം ബി എന്ന് പറയുന്നത് 12ഉം ഇൻറ്റു ഹൈറ്റ് വരുന്നത് എന്താണ്, 50ൽ നിന്ന് 25 കുറയ്ക്കുക. 50ൽ നിന്ന് 25 കുറയ്ക്കുമ്പോൾ ഹൈറ്റ് വരുന്നത് 25 ആണ്. അതായത് 50ൽ നിന്ന് 25 കുറയ്ക്കുമ്പോഴാണ് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടുന്നത്, ഹൈറ്റ് 25. എ എന്ന് പറയുന്നത് ഈ ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്, ബി എന്ന് പറയുന്നത് ഈ ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ എന്താണ്, ഹാഫ് ഇൻറ്റു 6 + 12 ഇൻറ്റു 25, ആൻസർ വരുന്നത് 225 ആണ്. ദെൻ ഏരിയ ഓഫ് തേർഡ് ഫിഗർ, മൂന്നാമത്തെ ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, തേർഡ് ട്രയാങ്കിൾ മൂന്നാമത്തെ ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 65 - 50 ആണ് ബേസ് വരുന്നത്. 65ൽ നിന്ന് 50 കുറയ്ക്കണം. 65ൽ നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്, 15 ആണ്. ഇൻറ്റു ഈ ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് വരും, ടു 12. ഇറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 90 ആണ്. ദെൻ ഏരിയ ഓഫ് ഫോർത്ത് ട്രയാങ്കിൾ വരുന്നത് ഹാഫ് ഇൻറ്റു 35 ഇൻറ്റു 9. 35 എന്ന് പറയുന്നത് ഈ ഒരു ബേസ് ആണ്. ദെൻ 9 എന്ന് പറയുന്നത് ഈ ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 35 ഇൻറ്റു 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 157.5. ദെൻ ഏരിയ ഓഫ് ഫിഫ്ത്ത് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ഈ ഒരു ടോട്ടൽ ബേസ് വരുന്നത് എത്രയാണ്, 65ൽ നിന്ന് 35 കുറയ്ക്കുക. 65 - 35 ഇൻറ്റു 9 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 30 ഇൻറ്റു 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 135. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ഓരോ ഫിഗറിൻ്റെയും ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ, തേർഡ് ഫിഗർ, ഫോർത്ത് ഫിഗർ, ഫിഫ്ത്ത് ഓരോ ഫിഗറിൻ്റെയും ഏരിയ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ എല്ലാ ഫിഗറിൻ്റെ ഏരിയാസ് ആഡ് ചെയ്യുക. 75 + 225 + 90 + 157.5 + 135 is equal to 682.5 meter square. 682.5 meter square ആണ് ടോട്ടൽ ഏരിയ ഓഫ് ദി ഫിഗർ. നമ്മുടെ ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 682.5 meter square ആണ് ടോട്ടൽ ഏരിയ ഓഫ് ദി ഫിഗർ. അപ്പോൾ ആദ്യം ഇത് പ്ലോട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ഫിഗറിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക. ട്രയാങ്കിൾസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് ഓരോ ഫിഗറിൻ്റെ ഏരിയ, ട്രയാങ്കിൾ ട്രപ്പീസിയം ഡിവൈഡ് ചെയ്ത് ഓരോ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ ഏരിയ സം ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കാൽക്കുലേറ്റ് ദി ഇൻക്ലൂഡഡ് ആംഗിൾസ് ഓഫ് ഗിവൺ ട്രാവേഴ്സ് ABCDE ആൻഡ് അപ്ലൈ യൂഷ്വൽ ചെക്ക്. അതായത് ഈ ഒരു ഗിവൺ ട്രാവേഴ്സിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾസ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് ചെക്ക്, നമ്മളോട് ചെക്ക് അത് കറക്റ്റ് ആണോ എന്നൊക്കെ ഒരു ചെക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമുക്കറിയാം, നമ്മുടെ ലൈൻ തന്നിട്ടുണ്ട്, ഓരോ ലൈൻ AB BC CD DE. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ABCDE എന്ന് പറയുന്നത് എന്താണ്, ലൈനുകളാണ്. അപ്പോൾ ഇതെന്താണ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവേഴ്സാണ്. ABCD എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രാവേഴ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ABCD എന്ന് പറയുന്ന ഒരു ട്രാവേഴ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ദെൻ അതിൻ്റെ ബെയറിങ്ങും തന്നിട്ടുണ്ട്, ഓരോ ലൈനിൻ്റെയും ബെയറിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ഈ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിന് ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിച്ചിട്ട് ചെക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്കറിയാം എന്താണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബെയറിങ് വെച്ചിട്ട് ലൈനും ബെയറിങ്ങും വെച്ചിട്ട് ആദ്യം പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം പ്ലോട്ട് ചെയ്യാൻ നമുക്കറിയാം, ഇതാണ് A എന്ന് പറയുന്ന പോയിൻറ്റ്. അപ്പോൾ ഈ ഒരു A എന്ന് പറയുന്ന പോയിൻറ്റ് നമ്മൾ കണ്ടു. A എന്ന് പറയുന്ന പോയിൻറ്റിൽ
എന്ത് ചെയ്ത് എ ബി എന്ന് പറയുന്ന ലൈൻ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈൻ പ്ലോട്ട് ചെയ്യുമ്പോൾ 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇതാണ് 45 ഡിഗ്രി. 45 ഡിഗ്രി 20 മിനിറ്റ് എ ബി എന്ന് പറയുന്നത് പ്ലോട്ട് ചെയ്തു. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബി സി എന്ന് പറയുന്ന ലൈൻ പ്ലോട്ട് ചെയ്യണം. അത് 125 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. സോ 125 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗമായിട്ട് വരും. 125 ഡിഗ്രി ഏകദേശം ഈ ഒരു ഭാഗം. അപ്പോൾ ബി സി എന്ന് പറയുന്ന ലൈൻ നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടി. ദെൻ സി ഡി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് സി എന്ന് പറയുന്ന പോയിന്റ് വെച്ച് സി ഡി എന്നുള്ള ലൈൻ പ്ലോട്ട് ചെയ്യാം. 200 ഡിഗ്രി 10 മിനിറ്റ്. ഇപ്പോൾ 200 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് 180 കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഈ ഒരു ആംഗിളാണ് 200 ഡിഗ്രി 10 മിനിറ്റ് വരുന്നത്. അപ്പോൾ സി ഡി എന്ന് പറയുന്ന ലൈൻ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, സി ഡി എന്ന് പറയുന്ന ലൈനും പ്ലോട്ട് ചെയ്തു. ദെൻ ഡി എ എന്ന് പറയുന്ന ലൈൻ പ്ലോട്ട് ചെയ്യണം. അതിന് ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ക്വാഡ്രൻറ്റ് വരച്ചു. എ എന്ന് പറയുന്ന ലൈൻ പ്ലോട്ട് ചെയ്യണം. എ എന്ന് പറയുന്ന ലൈൻ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ 305 ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പോൾ 305 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം കറക്റ്റാണ്, ഇത് തന്നെയാണ് വരിക. അതായത് ഇതാണ് 305 ഡിഗ്രി. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്നത് നമ്മൾ പ്ലോട്ട് ചെയ്തു. എയിൽ 45 ഡിഗ്രി വെച്ചിട്ട് വരച്ചു, ബിയിൽ 125 ഡിഗ്രി വെച്ച് വരച്ചു, സിയിൽ 200 ഡിഗ്രി, ഡിയിൽ 305 ഡിഗ്രി വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെയും എന്താണ് ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കണം. ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബി എസ് ഡി. ആംഗിൾ ഫസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബി എ ഡി. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ എ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ആംഗിൾ ബി എ ഡിനെ ആംഗിൾ എ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ആംഗിൾ എ, ഇൻക്ലൂഡഡ് ആംഗിൾ എ എങ്ങനെ കണ്ടുപിടിക്കുക? എ കാണാനായിട്ട് നമുക്കറിയാം, ഇൻക്ലൂഡ് ആംഗിൾ എ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ ഫുൾ ആയിട്ടുള്ള ഒരു ബെയറിങ്ങിൽ നിന്നും എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബെയറിങ് മൈനസ് ചെയ്താൽ മതി. ഫുള്ളായിട്ടുള്ള ബെയറിങ്ങിൽ നിന്നും ഈ ഒരു ബെയറിങ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 4 ബെയറിങ് ഓഫ് എ ഡി മൈനസ് 4 ബെയറിങ് ഓഫ് എ ബി. എ ഡിയുടെ 4 ബെയറിങ്ങിൽ നിന്നും എ ബിയുടെ 4 ബെയറിങ് മൈനസ് ചെയ്യാം. അപ്പോൾ എ ഡിയുടെ 4 ബെയറിങ് എന്ന് പറയുമ്പോൾ ഡി എയുടെ ബാക്ക് ബെയറിങ് ആണ്. ഈക്വൽ ടു ബാക്ക് ബെയറിങ് ഓഫ് ഡി എ മൈനസ് 4 ബെയറിങ് ഓഫ് എ ബി. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഡി എയുടെ 4 ബാക്ക് ബെയറിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം ഡി എയുടെ 4 ബെയറിങ് കാണാൻ അറിയാം. 4 ബെയറിങ് പ്ലസ് ഓ മൈനസ് 180 ഡിഗ്രിയാണ് ബാക്ക് ബെയറിങ്, മൈനസ് 4 ബെയറിങ് ഓഫ് എ ബി. ദെൻ 4 ബെയറിങ് ഓഫ് ഡി എ എന്ന് പറയുന്നത് എന്താണ്, 4 ബെയറിങ് ഓഫ് ഡി എ എന്ന് പറയുന്നത് 305 ഡിഗ്രിയാണ്. അപ്പോൾ 305 ഡിഗ്രി 180ലും കൂടുതലായതുകൊണ്ട് അതെന്ത് ചെയ്യുക, മൈനസ് ചെയ്താൽ മതി. മൈനസ് 180 ഡിഗ്രി. നമുക്കറിയാം ഒരു ലൈനിൻ്റെ 4 ബെയറിങ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്ക് ബെയറിങ് കാണാനായിട്ട് 4 ബെയറിങ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രിയാണ്. ഈ 4 ബെയറിങ് 180ൽ കൂടുതലാണെങ്കിൽ മൈനസ് ചെയ്യുക, 180ൽ കുറവാണെങ്കിൽ പ്ലസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ബാക്ക് ബെയറിങ് കാണാറ്. അപ്പോൾ ഇവിടെ 305 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി മൈനസ് എ ബിയുടെ 4 ബെയറിങ് വരുന്നത് 45 ഡിഗ്രി 20 മിനിറ്റ് ആണ്. ദിസ് ഈക്വൽ ടു 125 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി 20 മിനിറ്റ് ഈക്വൽ ടു 79 ഡിഗ്രി 40 മിനിറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ആംഗിൾ എ കാണാനായിട്ട് എ ഡിയുടെ 4 ബെയറിങ് മൈനസ് എ ബിയുടെ മാത്രം 4 ബെയറിങ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. അതായത് എ ഡിയുടെ 4 ബെയറിങ് മൈനസ് എ ബിയുടെ 4 ബെയറിങ് ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിൾ എ കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, 4 ബെയറിങ് ഓഫ് എ ഡി പറഞ്ഞാൽ ബാക്ക്, നമുക്ക് എ ഡിയുടെ ഒന്നും തന്നിട്ടില്ല, ഡി എയുടെ ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്ക് ഡി എയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ബാക്ക് ബെയറിങ് ഓഫ് ഡി എ ആക്കുക. ബാക്ക് ബെയറിങ് ഓഫ് ഡി എ എന്ന് പറഞ്ഞാൽ 4 ബെയറിങ് ഓഫ് ഡി എ പ്ലസ് ഓ മൈനസ് 180 ആണ്, മൈനസ് 4 ബെയറിങ് ഓഫ് എ ബി. അങ്ങനെ നമുക്കിത് എന്താണ്, ആംഗിൾ എ കിട്ടും. ദെൻ നെക്സ്റ്റ് കാണണമെന്ന് വെച്ചാൽ ആംഗിൾ ബി ആണ്. നെക്സ്റ്റ് നമുക്ക് ആംഗിൾ ബി കാണണം. അപ്പോൾ ആംഗിൾ ബി കാണാനായിട്ട് ഇതുപോലെ തന്നെയാണ്. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്വാഡ്രൻറ്റ് കൺസിഡർ ചെയ്തു. ആംഗിൾ ബി ഈക്വൽ ടു 4 ബെയറിങ് ഓഫ് ബി സി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 4 ബെയറിങ് ഓഫ് ബി എ മൈനസ് 4 ബെയറിങ് ഓഫ് ബി സി. ദറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഈ ഒരു ടോട്ടൽ ബി എൻ്റെ 4 ബെയറിങ് മൈനസ് എന്താണ് ബി സിൻ്റെ 4 ബെയറിങ്. അപ്പോൾ ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് കിട്ടും. അതായത് ബി എൻ്റെ 4 ബെയറിങ് മൈനസ് ബി സിൻ്റെ 4 ബെയറിങ് ചെയ്യുമ്പോൾ എന്നിട്ട് ഇൻക്ലൂഡഡ് ആംഗിളായിട്ടുള്ള ബി കിട്ടും. അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 4 ബെയറിങ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബാക്ക് ബെയറിങ്, ബി എയുടെ ടേമിൽ നമുക്കറിയില്ല. അപ്പോൾ എ ബി ആയാലും ടേംസിൽ മാത്രമേ ആംഗിൾ അറിയുള്ളൂ. അപ്പോൾ ഈക്വൽ ടു ബാക്ക് ബെയറിങ് ഓഫ് എ ബി മൈനസ്
forbearing of BC equal to forbearing plus or minus 180 degree minus 125 degree is equal to 45 degree 20 minute plus 180 degree minus 125 degree equal to 100 degree 20 minute. ഇതാണ് ആൻസർ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ബാക്ക് ബെയറിംഗ് ഓഫ് എ ബി കാണാനായിട്ട് ഫോർ ബെയറിംഗ് പ്ലസ് ഓ മൈനസ് 180 ചെയ്യും. ഫോർ ബെയറിംഗ് എന്ന് പറയുന്നത് എന്താണ് 45 ഡിഗ്രി 20 മിനിറ്റ് ആണ്. എ ബിയുടെ ഫോർ ബെയറിംഗ് 45 ഡിഗ്രി 20 മിനിറ്റ് ആയതുകൊണ്ട് 180ലും കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പ്ലസ് ചെയ്തു. ഫോർ ബെയറിംഗ് ബാക്ക് ബെയറിംഗ് ആണ് പ്ലസ് 180 മൈനസ് 125 100 ഡിഗ്രി 20 മിനിറ്റ്. അപ്പോൾ ഇത്രയും നമുക്ക് നിങ്ങൾ എഴുതിയെടുത്തുണ്ടാവും. ദെൻ നെക്സ്റ്റ് നമുക്കിനി ആംഗിൾ സി കാണണം. ദെൻ നമുക്കറിയാം ആംഗിൾ സി എങ്ങനെ കാണും? ആംഗിൾ സി ഇതുപോലെ കാണാനായിട്ട് നമുക്കറിയാം ആംഗിൾ സി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ക്വാഡ്രൻറ്റിൽ നിന്നും എന്ത് ചെയ്യാം, ആദ്യം ഈ ഒരു ടോട്ടൽ ക്വാഡ്രൻറ്റിൽ നിന്ന് ഫോർ ബെയറിംഗ് ഓഫ് സി ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോർ ബെയറിംഗ് ഓഫ് സി ബി മൈനസ് ഫോർ ബെയറിംഗ് ഓഫ് സി ഡി. ഫോർ ബെയറിംഗ് ഓഫ് സി ഡി എന്ന് പറയുന്നത് ഇതാണ് ഫോർ ബെയറിംഗ് ഓഫ് സി ഡി. അപ്പോൾ ഫോർ ബെയറിംഗ് ഓഫ് സി ബി മൈനസ് ഫോർ ബെയറിംഗ് ഓഫ് സി ഡി ഈക്വൽ ടു ഫോർ ബെയറിംഗ് ഓഫ് സി ബിയുടെ ടേംസിൽ നമുക്ക് ഇവിടെ ഡാറ്റ തരാത്തത് കൊണ്ട് നമ്മൾ തന്നെ ബി സിയുടെ ടേംസിലേക്ക് മാറ്റും. അപ്പോൾ ഫോർ ബെയറിംഗ് ഓഫ് സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബെയറിംഗ് ഓഫ് ബി സി മൈനസ് ഫോർ ബെയറിംഗ് ഓഫ് സി ഡി that is equal to forbearing of BC plus or minus 180 degree minus forbearing of CD is equal to 125 degree plus 180 degree. അതായത് 150 കുറവായതുകൊണ്ട് പ്ലസ് ചെയ്തു. 125 180ലും കുറവായതുകൊണ്ട് ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാനായിട്ട് 125 പ്ലസ് 180 ചെയ്തു. പകരം 180ൽ കൂടുതലായിരുന്നെങ്കിൽ മൈനസ് ചെയ്യേണ്ടിയിരുന്നു. മൈനസ് ഫോർ ബെയറിംഗ് ഓഫ്, അതായത് ഫോർ ബെയറിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, ഫോർ ബെയറിംഗ് പ്ലസ് ഓ മൈനസ് 180. അപ്പോൾ ഇവിടെ ഫോർ ബെയറിംഗ് എന്ന് പറയുന്നത് എന്താണ് 125 ആണ്, 180ലും കുറവാണ്, അതുകൊണ്ട് നമ്മളിവിടെ പ്ലസ് ചെയ്തു. മൈനസ് 200 ഡിഗ്രി 10 മിനിറ്റ് is equal to 104 degree 50 minute. 104 degree 50 minute. ദെൻ ഇങ്ങനെ നമ്മൾ ആംഗിൾ സി കണ്ടു. ദെൻ ആംഗിൾ ഡി കാണണം. ആംഗിൾ ഡി കാണാനായിട്ട് നമുക്കറിയാം ഇതുപോലെ തന്നെ ഫോർ ബെയറിംഗ് ഓഫ് ഡി എ മൈനസ് ഫോർ ബെയറിംഗ് ഓഫ് ഡി സി ആണ്. ഡി എയുടെ ഫോർ ബെയറിംഗ് മൈനസ് ഫോർ ബെയറിംഗ് ഓഫ് ഡി സി. ഇപ്പോൾ ഡി എയുടെ ഫോർ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്വാഡ്രൻറ്റ്. ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ഡി എൻ്റെ ഫോർ ബെയറിംഗ് ഇതാണ്. ഇതിൽ നിന്നും ഡി സിയുടെ മാത്രം ഫോർ ബെയറിംഗ് നിങ്ങൾ മൈനസ് ചെയ്യണം. ടോട്ടൽ ഡി എൻ്റെ ഫോർ ബെയറിംഗിൽ നിന്നും ഡി സിയുടെ മാത്രം ഫോർ ബെയറിംഗ് മൈനസ് ചെയ്യണം. അപ്പോൾ ഡി സിയുടെ ഫോർ ബെയറിംഗ് മൈനസ് ചെയ്യുമ്പോൾ ഡി എൻ്റെ ഫോർ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ 305 ഡിഗ്രിയാണ്. അതിൽ നിന്നും ഡി സിയുടെ ഫോർ ബെയറിംഗ് ഓഫ് ഡി സി മൈനസ് ചെയ്യണം. ഡി സിയുടെ ഫോർ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടില്ല, പകരം സി ഡിയുടെ ബാക്ക് ബെയറിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, സി ഡിയുടെ ബെയറിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, സി ഡിയുടെ ബാക്ക് ബെയറിംഗ്, അതായത് ഫോർ ബെയറിംഗ് ഓഫ് ഡി സി എന്ന് പറഞ്ഞാൽ സി ഡിയുടെ ബാക്ക് ബെയറിംഗ് ആണ്. ദെൻ എന്ത് ചെയ്യും, 305 ഡിഗ്രി മൈനസ് സി ഡിയുടെ ബാക്ക് ബെയറിംഗ് കാണാനായിട്ട് ഫോർ ബെയറിംഗ് ഓഫ് സി ഡി പ്ലസ് ഓ മൈനസ് 180. ഫോർ ബെയറിംഗ് ഓഫ് സി ഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ എന്താണ്, ഈക്വൽ ടു 305 ഡിഗ്രി മൈനസ് ഫോർ ബെയറിംഗ് ഓഫ് സി ഡി എന്ന് പറയുന്നത് 200 ഡിഗ്രി 10 മിനിറ്റ് മൈനസ് 180 ഡിഗ്രി. ദറ്റ് ഈസ് ഈക്വൽ ടു 284 ഡിഗ്രി 50 മിനിറ്റ്. അപ്പോൾ ഇതെന്താണ്, ഈ തന്ന് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു ഔട്ടർ ആംഗിളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഔട്ടർ ആംഗിളാണ്. അപ്പോൾ നമുക്ക് കണ്ടത് ഈ സി ഡി എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിളാണ് കണ്ടത്. അപ്പോൾ ഇൻക്ലൂഡഡ് ആംഗിൾ
ഡി കാണാനായിട്ട് ഇൻക്ലൂഡഡ് ആംഗിൾ ഡി ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 284 ഡിഗ്രി 50 മിനിറ്റ് is equal to 75 degree 10 minute equal to 75 degree 10 minute. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്ക്ലൂഡഡ് ആംഗിളാണ്. അപ്പോൾ ഇൻക്ലൂഡ് ആംഗിൾ കാണാനായിട്ട് ആംഗിൾ ഡി കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു 360 ഡിഗ്രിയിൽ നിന്നും ഈ ഒരു പുറത്ത് കിട്ടിയിട്ടുള്ള 284 ഡിഗ്രി 50 മിനിറ്റ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 75 ഡിഗ്രി 10 മിനിറ്റ് കിട്ടും. ഇനി ഇതൊക്കെ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതൊക്കെ കറക്റ്റ് ആണോ നോക്കാനായിട്ട് നമ്മൾ ഒരു ക്ലോസ്ഡ് ട്രാവൽസ് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് എത്രയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ ആംഗിൾസ് വെച്ചിട്ട് ഇവിടെ നമുക്ക് കിട്ടിയ ആംഗിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് ഇപ്പോൾ എല്ലാ കിട്ടിയ ആംഗിൾസും കൂടി സം ചെയ്യാം. സം ഓഫ് ആംഗിൾസ് കാണും. ഈ ആംഗിൾസ് എല്ലാം കൂടി സം ചെയ്യാം. ആംഗിൾസ് എല്ലാം കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 79 ഡിഗ്രി 40 മിനിറ്റ് പ്ലസ് 100 ഡിഗ്രി 20 മിനിറ്റ് പ്ലസ് 104 ഡിഗ്രി 50 മിനിറ്റ് പ്ലസ് 284 ഡിഗ്രി 50 284 അല്ല 75 ഡിഗ്രി 10 മിനിറ്റ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര ആൻസർ കിട്ടുന്നത്. 75 ഡിഗ്രി 10 മിനിറ്റ് ആൻസർ വരുന്നത് എന്താണ് 360 ഡിഗ്രിയാണ് ആൻസർ വരുന്നത്. ദെൻ ഇതാണ് ഇത്രയും എല്ലാ ആംഗിൾസും കൂടി നമുക്ക് കിട്ടിയ എല്ലാ ആംഗിൾസും കൂടി സം ചെയ്തപ്പോൾ 360 ഡിഗ്രിയാണ് കിട്ടിയത്. ഇനി ഇത് കറക്റ്റ് ആണോ നോക്കാനായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു സം ഓഫ് ദി ആംഗിൾസിന് ഒരു ഫോർമുല ഉണ്ട്. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താണ് 2n മൈനസ് 4 ഇൻറ്റു 90 ഡിഗ്രിയാണ്. 2n മൈനസ് 4 ഇൻറ്റു 90 ഡിഗ്രി ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4. അതായത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇവിടെ 1 2 3 4 സൈഡ്സ് ആണല്ലോ. അപ്പോൾ 2 ഇൻറ്റു 4 മൈനസ് 4 ഇൻറ്റു 90 ദറ്റ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 4 ഇൻറ്റു 90 ദറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ എന്താണ് സം ഓഫ് ദി ആംഗിൾസ് ഇൻ ക്ലോസ്ഡ് ടവേഴ്സിൽ സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നതും ഈ ഒരു സം ഓഫ് ദി ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ച സം ഓഫ് ദി ആംഗിൾസും രണ്ടും 360 ഡിഗ്രി രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എറർ ഒന്നുമില്ല, നമ്മുടെ ഇത് കറക്റ്റാണ്. ഇതാണ് നമ്മളുടെ ചെക്ക്. ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ആംഗിൾസ് കണ്ടുപിടിച്ചു, അതിന് ചെക്കും അപ്ലൈ ചെയ്തു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫിക്സിങ് ദി ഇൻസ്ട്രുമെൻറ്റ് ഓൺ ദി ട്രൈപോഡ്. ട്രൈപോഡിന് മുകളിൽ ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്യുക. നമുക്കറിയാം ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഹൈറ്റിൽ ട്രൈപോഡ് പ്ലേസ് ചെയ്യുക. അതിന് മുകളിൽ എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെൻറ്റിനെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെൻറ്ററിങ് ചെയ്യുക. ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിന് സെറ്റിംഗ് അപ്പ് എന്ന് പറയും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ സെൻറ്ററിങ് ചെയ്യുക. സെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ആ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഇൻസ്ട്രുമെൻറ്റിനെ പ്ലേസ് ചെയ്യുക. അതിനെ ആ പ്രോസസ്സിനെയാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലെവലിംഗ് ചെയ്യാനായിട്ട് നമ്മൾ സെൻറ്ററിങ് ചെയ്യാനായിട്ട് ഒരു പ്ലം ബോബിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യും. അതായത് പ്ലം ബോബ് ജസ്റ്റ് ഹാങ് ചെയ്തിടും, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോൺ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ടാലും മതി. അങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പൊസിഷന് സ്റ്റേഷൻ പോയിന്റ് തന്നെയല്ല ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്തെന്നുള്ളത് നോക്കാറ്, സെൻറ്ററിങ് ചെയ്യാറ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലെവലിംഗ് ദി ഇൻസ്ട്രുമെൻറ്റ് ലെവൽ ചെയ്യുന്നത് നമ്മൾ തിയോഡലൈറ്റിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലെവലിംഗ് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ലെവൽ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇൻസ്ട്രുമെൻറ്റിന് സെൻറ്ററിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ നമ്മുടെ ബബിൾ ട്യൂബ്, അതായത് നമ്മുടെ ടെലസ്കോപ്പ് ആദ്യം 3 ഫുഡ് സ്ക്രൂസാണ് ഉണ്ടായിരിക്കുക ഇൻസ്ട്രുമെൻറ്റിന്. അപ്പോൾ ഈ ഒരു 3 ഫുഡ് സ്ക്രൂസിൻ്റെ ഏതെങ്കിലും 2 അടുത്തടുത്ത് കിടക്കുന്ന ഫുഡ് സ്ക്രൂസിന് പാരലായിട്ട് നമ്മൾ ടെലസ്കോപ്പ് പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ 2 ഫുഡ് സ്ക്രൂസ്, അതായത് പാരലായിട്ട് വെച്ചിരിക്കുന്ന ഈ 2 ഫുഡ് സ്ക്രൂസ് നമ്മൾ ഇൻവേർഡ് ഓർ ഔട്ട്വേർഡ് ഒരുമിച്ച് ടേൺ ചെയ്യും. നമ്മുടെ ബബിൾ ട്യൂബിലെ ബബിൾ സെൻട്രലാവുന്നത് വരെ ഈ ഒരു ഫുഡ് സ്ക്രൂസ് ഇൻവേർഡ് ഓർ ഔട്ട്വേർഡ് നമ്മൾ ടേൺ ചെയ്യും. അങ്ങനെ ബബിൾ സെൻറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ബബിൾ സെൻറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടെലസ്കോപ്പിനെ നമ്മൾ എന്ത് ചെയ്യും, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് 3ാമത്തെ ഫുഡ് സ്ക്രൂസിന് നേരെ വരുത്തും. എന്നിട്ട് നമ്മൾ ആ 3ാമത്തെ ഫുഡ് സ്ക്രൂ ഇൻവേർഡ് ഔട്ട്വേർഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് ബബിളിനെ സെൻറ്ററിലാക്കാം. ദെൻ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുക, പഴയ പോലെ ടെലസ്കോപ്പിനെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെയും നമ്മൾ എന്താ പറയുക 2 ഫുഡ് സ്ക്രൂസിന് പാരലാക്കി വെക്കുക.
ഇൻവേർഡ് ഔട്ട്വേർഡ് റൊട്ടേറ്റ് ചെയ്യിക്കുക, ദെൻ ബബിൾ സെൻട്രലാക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് മൂന്നാമത്തെ ഫുഡ് സ്ക്രൂവിന് നേർക്ക് വയ്ക്കുക, അതും ഇൻവേർഡ് ഔട്ട്വേർഡ് റൊട്ടേറ്റ് ചെയ്യുക, പാരലാക്കി എന്താ ബബിൾ സെൻട്രലാക്കുക. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ബബിൾ സെൻട്രൽ കണ്ടിന്യൂസ് ആയിട്ട് ബബിൾ സെൻട്രലാവുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം, ദെൻ റിപ്പീറ്റ് ചെയ്യാം. ദെൻ അങ്ങനെ ഇൻസ്ട്രുമെൻറ്റ് ബബിൾ സെൻട്രൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇൻസ്ട്രുമെൻറ്റ് പെർഫെക്റ്റ്ലി ലെവൽഡ് ആയെന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ ലെവലിംഗ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം ഫോക്കസിങ് ദി ഐ പീസ് ആൻഡ് ഫോക്കസിങ് ദി ഒബ്ജക്റ്റീവ്. ഐ പീസിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ഐ പീസ് ടേൺ ചെയ്യുക. എന്തിനാണ് ഐ പീസ് ഫോക്കസ് ചെയ്യുന്നത്? നമുക്കറിയാം ഇമേജ് ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആവാനായിട്ടാണ്. നമ്മുടെ ഇമേജ് അല്ല, ക്രോസ് ഹെയർസ് ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഫോക്കസിങ് ഓഫ് ദി ഐ പീസ് ഇസ് ഡൺ ടു ഗെറ്റ് ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്രോസ് ഹെയർസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ പീസ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഐ പീസ് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ ഐ പീസ് ഇങ്ങനെ ടേൺ ചെയ്യിക്കുക, ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്രോസ് ഹെയർ കാണുന്നത് വരെ, ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്രോസ് ഹെയർ കാണുന്നത് വരെ നമ്മൾ ഐ പീസിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക, ടേൺ ചെയ്യിക്കുക. ദെൻ ഇതിനു വേണ്ടി 2 മെത്തേഡ്സാണ് അഡോപ്റ്റ് ചെയ്യാറ്. ഒന്ന് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഫ്രണ്ടിൽ ടെലസ്കോപ്പിൻ്റെ 2 പാർട്ട് ഉണ്ടായിരിക്കും ടെലസ്കോപ്പിന്, ഒന്ന് ഐ പീസ് ഒന്ന് ഒബ്ജക്റ്റീവ്. അതിൽ ഈ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ഐ പീസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ഐ പീസിൻ്റെ ഫ്രണ്ടിൽ ഐ പീസ് ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ദെൻ ഒബ്ജക്റ്റീവിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു വൈറ്റ് പേപ്പർ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഐ പീസ് ടേൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ക്രോസ് ഹെയർസ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ, അത് ക്ലിയർ ആയിട്ട് കാണുന്നത് വരെ ഐ പീസ് ടേൺ ചെയ്യാം. ദെൻ വേറൊരു മെത്തേഡാണ് നമ്മൾ ടെലസ്കോപ്പിനെ സ്കൈയിലേക്ക് ഡയറക്റ്റ് ചെയ്യിക്കുന്നത്. സ്കൈയിലേക്ക് ടെലസ്കോപ്പിനെ നോക്കുക, ദെൻ സ്കൈയിലേക്ക് നോക്കുക ടെലസ്കോപ്പിലൂടെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഐ പീസ് ടേൺ ചെയ്യുക, ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ക്രോസ് ഹെയർസ് കിട്ടുന്നത് വരെ. ഇങ്ങനെ 2 മെത്തേഡ്സാണ് നമ്മൾ ഐ പീസ് ഫോക്കസ് ചെയ്യാൻ ചെയ്യാറ്. ദെൻ ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു ഫോക്കസിങ് സ്ക്രൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ആ ഒരു ഫോക്കസിങ് സ്ക്രൂ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ ഒരു ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്, ഇമേജ് ക്ലിയർ ആൻഡ് ഷാർപ്പായിട്ടുള്ളൊരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസിങ് സ്ക്രൂ തിരിച്ചിട്ട് ക്ലിയർ ആൻഡ് ഷാർപ്പ് ഇമേജ് കിട്ടുന്നവരെ നമ്മളത് ടേൺ ചെയ്തോണം. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കസിങ് സ്ക്രൂ എന്ന് പറയുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ടേൺ ചെയ്യുക, അങ്ങനെ ക്ലിയർ ആൻഡ് ഷാർപ്പ് ഇമേജ് കിട്ടുന്നവരെ ടേൺ ചെയ്യുക. ഇതുവഴി നമുക്ക് പെർഫെക്റ്റ്ലി ലെവൽ ആയിക്കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് പെർഫെക്റ്റ്ലി ലെവൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാരലാക്സ് എന്ന് പറയുന്ന എറർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പാരലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ്, അതായത് ടെലസ്കോപ്പിൽ ഒബ്ജക്റ്റീവിൽ ഫോം ചെയ്യുന്ന ഇമേജ് ക്രോസ് ഹെയർസിൻ്റെ കൂടെ അപ്പാരൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുക. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി ക്രോസ് ഹെയർസ് ഇമേജ് വിത്ത് ക്രോസ് ഹെയർസ് ആണ്. എപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ടപ്പ് ഡൗൺ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ക്രോസ് ഹെയർസിന് മൂവ്മെൻറ്റ് റിലേറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇമേജ് അപ്പാരൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുക. ഈ ഒരു പ്രോസസ്സിനെയാണ് പാരലാക്സ് എന്ന് പറയുക. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പെർഫെക്റ്റ്ലി ലെവൽഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് വഴി അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇപ്പോൾ ഇത്രയാണ് ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റിന് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഫിക്സിംഗ് ദി ഇൻസ്ട്രുമെൻറ്റ് ഓൺ ദി ട്രൈപോഡ്, ലെവലിംഗ് ദി ഇൻസ്ട്രുമെൻറ്റ്, ഫോക്കസിംഗ് ദി ഐ പീസ് ആൻഡ് ഫോക്കസിംഗ് ദി ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് എനി 4 പാർട്സ് ഓഫ് എ ഡംബി ലെവൽ വിത്ത് നീറ്റ് സ്കെച്ച്. അപ്പോൾ ഈ ഒരു ഡംബി ലെവലിൻ്റെ 4 പാർട്സ് എഴുതുക വിത്ത് നീറ്റ് സ്കെച്ച്. അപ്പോൾ നമുക്കറിയാം ഒരു ഡംബി ലെവലിൽ ഒരു ലെവലിംഗ് ഹെഡ് ഉണ്ടായിരിക്കും വിത്ത് 3 ഫുഡ് സ്ക്രൂസ്. 2-3 ഫുഡ് സ്ക്രൂസോട് കൂടി ഒരു ലെവലിംഗ് ഹെഡ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും, എനേബിൾസ് ടു ബ്രിങ് ബബിളിനെ സെൻറ്ററിലേക്ക് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് 3 ഫുഡ് സ്ക്രൂസ് ഉണ്ടാവും ഒരു ലെവലിംഗ് ഹെഡിൽ. അപ്പോൾ ലെവലിംഗ് ഹെഡ് വിത്ത് 3 ഫുഡ് സ്ക്രൂസ്. ഈ ഫുഡ് സ്ക്രൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫുഡ് സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡംബി ലെവലിനെ പെർഫെക്റ്റ്ലി ലെവൽ ചെയ്യാം. ദെൻ നെക്സ്റ്റ് പാർട്ടാണ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് നമുക്ക് ഒബ്ജക്റ്റിനെ ബൈസെക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ് ടെലസ്കോപ്പ്. അതായത് ടെലസ്കോപ്പിൽ ഐ പീസ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവിൻ്റെ ഭാഗത്തായിരിക്കും, ഐ പീസ് നമ്മൾ ഐയുടെ ഭാഗത്തായിരിക്കും. അങ്ങനെ ഒരു ബബിൾ ട്യൂബ് ഉണ്ടാവും. ബബിൾ ട്യൂബ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആക്കാനും ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ, അതായത് പെർഫെക്റ്റ്ലി ലെവൽ ആക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ നോക്കുന്ന ടെലസ്കോപ്പിലൂടെ നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആക്കാനായിട്ട് നമ്മൾ ടെലസ്കോപ്പിൻ്റെ മുകളിലായിരിക്കും ബബിൾ ട്യൂബ് ഉണ്ടായിരിക്കുക. ദെൻ ഒരു ഫോക്കസിങ് സ്ക്രൂ ഉണ്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യിക്കാനായിട്ട് ടെലസ്കോപ്പിൻ്റെ സൈഡിലൊരു ഫോക്കസിങ് സ്ക്രൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു ഡംബി ലെവലിൻ്റെ 4 മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ നീറ്റ് സ്കെച്ച്. അപ്പോൾ ഈ ഒരു സ്കെച്ച് നിങ്ങൾ പഠിച്ചോ. ഒരു ഫോക്കസിങ് സ്ക്രൂ പറയുന്നുണ്ട്, ഐ പീസ് പറയുന്നുണ്ട്, ഐ പീസിൻ്റെ അവിടെ ഒരു ഡയഫ്രം പറയുന്നുണ്ട്,
ദെൻ എന്താണ് ഒബ്ജക്റ്റ് ഗ്ലാസ് പറയുന്നുണ്ട്. ദെൻ നമുക്കറിയാം ഫുഡ് സ്ക്രൂസ് ഇതാ പറയുന്നത്, ട്രൈ ബ്രാക്ക് ദ, ദെൻ ലെവലിംഗ് ഹെഡ്, ദെൻ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഐ പീസ്, ഫോക്കസിങ് സ്ക്രൂവ്, ഡയഫ്രം, ബബിൾ ട്യൂബ്, ക്രോസ് ബബിൾ, ലോൺജിറ്റ്യൂഡിനൽ ബബിൾ, ഒബ്ജക്റ്റീവ് ഗ്ലാസ്, സർക്കുലർ കോമ്പസ് എല്ലാം ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഇതിൽ 4 പാർട്സ് മാത്രം മതി. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫോളോയിങ് സ്റ്റാഫ് റീഡിങ്സ് ഓർ ഒബ്സർവ്ഡ് സക്സസീവ്ലി വിത്ത് എ ലെവൽ, ദി ഇൻസ്ട്രുമെൻറ്റ് ഹാവ് ബീൻ ഷിഫ്റ്റഡ് ആഫ്റ്റർ 3rd, 6th and 8th റീഡിങ്സ്. അപ്പോൾ ഇത്രയും റീഡിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഇത്രയും റീഡിങ്സ് തന്നിട്ട് നമുക്ക് അതിൻ്റെ ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ്ഡ് ലെവലും തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നു ഫൈൻഡ് ദി റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഓൾ അതർ പോയിൻറ്റ്സ് യൂസിങ് HI മെത്തേഡ് ഇൻ അപ്ലൈറ്റ്. അപ്പോൾ HI മെത്തേഡ് യൂസ് ചെയ്തിട്ട് എല്ലാ പോയിൻറ്റ്സിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ കാണാം, എന്നിട്ട് ചെക്ക് അപ്ലൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ നമ്മളോട് ഈ ഒരു സ്റ്റാഫ് റീഡിംഗ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നുണ്ട് ഈ റീഡിങ്സ് ഇപ്പോൾ മൊത്തം എത്ര റീഡിങ്സ് ആണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 റീഡിങ്സ് തന്നിട്ടുണ്ട്. ഈ 10 റീഡിങ്സിൽ 3ാമത്തെ റീഡിങ്ങും 6ാമത്തെ റീഡിങ്ങിനും 8ാമത്തെ റീഡിങ്ങിനും ശേഷം ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് എത്രയും തന്നിട്ടുണ്ട്, ബെഞ്ച് മാർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എന്താ പറയുക, അതിനൊരു ടേബിൾ വരയ്ക്കണം. ടേബിളിൽ നമുക്കറിയാം ഫസ്റ്റ് കോളത്തിൽ സ്റ്റേഷൻ, ദെൻ ബാക്ക് സൈറ്റ്, ദെൻ ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ദെൻ ഫോർസൈറ്റ്, ദെൻ HI, ദെൻ RL, അത് കഴിഞ്ഞ് റിമാർക്സ്. ദെൻ നമുക്കറിയാം ബാക്ക് സൈഡിലെ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് 2.228 ആണ്. നമുക്കറിയാം ബെഞ്ച് മാർക്കിലെ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ബാക്ക് സൈറ്റ് ആണ്, അത് നമ്മൾ 2.228 ആണ്. ദെൻ സെക്കൻഡ് റീഡിംഗ് പറയണത് 1.606 ആണ്. സെക്കൻഡ് റീഡിങ് 1.606 ആണ് സെക്കൻഡ് റീഡിംഗ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ റീഡിംഗ് നമുക്കറിയാം 0.988 ആണ് മൂന്നാമത്തെ റീഡിംഗ്. 0.988 ആണ് മൂന്നാമത്തെ റീഡിംഗ്. എന്ത് പറഞ്ഞു? മൂന്നാമത്തെ റീഡിങ്ങിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂന്നാമത്തെ റീഡിങ് 0.988 ആണ്. അപ്പോൾ അതിനുശേഷം ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നാലാമത്തെ റീഡിങ് എന്താവും? നമ്മളുടെ ബാക്ക് സൈറ്റ് ആവും. നാലാമത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് സൈറ്റിൽ തന്നെ എഴുതുക. ആ സെയിം കോളത്തിൽ തന്നെ സെയിം റോയിൽ തന്നെ ഫോർസൈറ്റ് എഴുതിയ സെയിം റോയിൽ തന്നെ ബാക്ക് സൈറ്റ് ആയിട്ടാണ് ആ മൂന്നാമത്തെ റീഡിംഗ് നമ്മൾ എഴുതേണ്ടത്. ദെൻ അഞ്ചാമത്തെ റീഡിംഗ് എന്ന് പറയുന്നത് 2.864, ആറാമത്തെ റീഡിംഗ് 1.262. ദെൻ നമ്മളോട് പറയുന്നുണ്ട് ആറാമത്തെ റീഡിങ്ങിന് ശേഷം പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ ഇൻസ്ട്രുമെൻറ്റ് ആറാമത്തെ റീഡിങ്ങിന് ശേഷം പിന്നെയും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് ആ 0.602 എന്ന് പറഞ്ഞാൽ അടുത്ത റീഡിങ് നമ്മുടെ ബാക്ക് സൈഡിൽ തന്നെ ആ സെയിം റൂവിൽ ബാക്ക് സൈഡിൽ തന്നെ എഴുതണം. ഇതിന് എന്ത് ചെയ്യുക? അടുത്തത് 1.9 അടുത്തത് നമുക്കറിയാം എട്ടാമത്തെ റീഡിംഗ് ആണ്. ഏഴാമത്തെ റീഡിംഗ് എട്ടാമത്തെ റീഡിങ്ങിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളിത് 1.044 എന്ന് പറയുന്നതും ആ കുളത്തിൽ തന്നെ എഴുതുക, ബാക്ക് സൈറ്റ് ആവും. ദെൻ എന്ത് ചെയ്യാം? 2.684. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റീഡിങ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും റീഡിങ്സ് എഴുതി. അപ്പോൾ ലാസ്റ്റ് റീഡിങ് നമ്മൾ എപ്പോഴും ഫോർ സൈഡിൽ എഴുതണം, ഫസ്റ്റ് റീഡിങ് ബാക്ക് സൈഡിൽ. അപ്പോൾ ഇത്രയും റീഡിങ്സ് എഴുതി. ഇനി ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റും അതുപോലെ തന്നെ RLും കണ്ടുപിടിക്കണം. നമുക്കറിയാം ബെഞ്ച് മാർക്കിൻ്റെ RL എന്ന് പറയുന്നത് 432.384 ആണ് ബെഞ്ച് മാർക്കിൻ്റെ RL. 432.384 ആണ് ബെഞ്ച് മാർക്കിൻ്റെ RL എന്ന് പറയുന്നത് 432.384. ദെൻ ബെഞ്ച് മാർക്കിൻ്റെ RL അറിയാം. ദെൻ അതിൻ്റെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കണം. ബെഞ്ച് മാർക്കിൻ്റെ RL അറിയാം, അതിൻ്റെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാണാനായിട്ട് ഈ ഒരു ബെഞ്ച് മാർക്കിൻ്റെ 432.384 പ്ലസ് 2.228 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? HI കിട്ടും, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് ബാക്ക് സൈറ്റ് പ്ലസ് റെഡ്യൂസ്ഡ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് 434.612 കിട്ടും. ഈ ഒരു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സെക്കൻഡ് സ്റ്റേ പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ 433.006 കിട്ടും. എങ്ങനെ കിട്ടിയ വെച്ചാൽ 434.612 മൈനസ് 1.606 ചെയ്ത് കഴിഞ്ഞാൽ 433.006 റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദി സെക്കൻഡ് പോയിൻറ്റ് റെഡ്യൂസ്ഡ് ലെവൽ കിട്ടി. ദെൻ എന്ത് ചെയ്യും? ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. മൂന്നാമത്തെ റീഡിംഗ് എടുക്കുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ 432 പോയിൻറ്റ് ഫസ്റ്റ് റെഡ്യൂസ് ലെവൽ എത്രയും നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് എത്രയാണ്? 434.612 മൈനസ് 0.988 ചെയ്യാം.
ഇതെന്താണ് 434.612 മൈനസ് 0.988 ചെയ്യുമ്പോൾ നമുക്ക് 433.624 ആണ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് തേർഡ് പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ. 434.612 മൈനസ് 0.988 433.624. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ റീഡിങ്ങിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ റീഡിങ്ങിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നാലാമത്തെ റീഡിങ് നമ്മുടെ ബാക്ക് സൈറ്റ് ആണ്. സോ ദെൻ ബാക്ക് സൈറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റും മാറി. സോ നമുക്ക് പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാണണം. സോ പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാണാനായിട്ട് നമ്മുടെ റെഡ്യൂസ്ഡ് ലെവൽ എത്രയാണ്, അതായത് ആ ഒരു മൂന്നാമത്തെ പോയിൻ്റ് അവിടെ റെഡ്യൂസ്ഡ് ലെവൽ 433.624 ആണ്. അതേ പ്ലസ് 0.988 ചെയ്യാം. 433.624 പ്ലസ് 0.988 ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 435.714. 435.714. ദെൻ ഈ ഒരു പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമ്മൾ 2.864 കുറയ്ക്കാം. നെക്സ്റ്റ് സൈറ്റ് കുറയ്ക്കാം. ദെൻ 432.85 കിട്ടും. ഈ 432.85 ദെൻ നമ്മുടെ പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് 435.714 മൈനസ് 1.262 ചെയ്യാം. അപ്പോൾ നമുക്ക് 434.452 ആൻസർ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞു ഈ ഒരു ആറാമത്തെ റീഡിങ് ഇതാണ്, ഇതിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ അത് അടുത്ത ഏഴാമത്തെ റീഡിങ് എന്താണ്, നമ്മുടെ ബാക്ക് സൈറ്റാണ്. അപ്പോൾ ഈ ബാക്ക് സൈറ്റ് വെച്ച് ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. സോ പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാണാനായിട്ട് ഈ ഒരു 434.452 പ്ലസ് 0.602 ഈക്വൽ ടു എന്താണ്, പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് എത്രയാണ് വരുന്നത്, 434.054 ആണ്. പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് വരുന്നത് എന്താണ് 435.05. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 434.452 പ്ലസ് 0.602 ചെയ്യുമ്പോൾ 435.6054 ആണ് പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും നെക്സ്റ്റ് സൈറ്റായ 1.982 മൈനസ് ചെയ്യുക. സോ ആൻസർ 433.072. ആൻസർ 433.072. ദെൻ ഈ ഒരു റെഡ്യൂസ്ഡ് ലെവൽ നമ്മൾ കണ്ടു. ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ 433.072 മൈനസ് 433.072 പ്ലസ് 1.044 ചെയ്യുമ്പോൾ നമുക്ക് 434.116 പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. ദെൻ പുതിയ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും അടുത്ത സൈറ്റായ 2.8684 മൈനസ് ചെയ്യുമ്പോൾ അടുത്ത പോയിൻറ്റ് റെഡ്യൂസ് ലെവൽ 431.432 നമുക്ക് ആൻസർ കിട്ടി. 431.432 ആൻസർ കിട്ടി. ദെൻ ഇത്രയും നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇത്രയും റെഡ്യൂസ് ലെവൽ കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ റെഡ്യൂസ് ലെവലും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാണാനായിട്ട് റെഡ്യൂസ്ഡ് ലെവൽ പ്ലസ് നമ്മുടെ ബാക്ക് സൈറ്റ്, റെഡ്യൂസ് ലെവൽ കാണാനായിട്ട് നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മൈനസ് നമ്മുടെ ഫോർത്ത് സൈറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സൈറ്റ്. ദെൻ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചെക്കിനുള്ളതാണ് സിഗ്മ ബി എസ് മൈനസ് സിഗ്മ എഫ് എസ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ. ആർ എൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ലെവൽ. ദെൻ സിഗ്മ ബി എസ് കാണാം. ഇവിടെ നമുക്കിതെല്ലാം കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ 2.228, 2.090, 0.602, 1.044 എല്ലാം കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ ബി എസ് എന്ന് പറയുന്നത് കിട്ടുന്നത് 5.964 ആണ്. അതുപോലെ സിഗ്മ എഫ് എസ് എല്ലാം കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6.916 ആണ് കിട്ടുന്നത്. സോ ഇവിടെ നമുക്കറിയാം സിഗ്മ ബി എസ് മൈനസ് സിഗ്മ എഫ് എസ് ചെയ്യുക. സിഗ്മ ബി അതുപോലെ സിഗ്മ ബി എസ് എന്ന് പറയുന്നത് 5.964 മൈനസ് സിഗ്മ എഫ് എക്സിന് 6.916. എത്ര ആൻസർ വരുന്നത്, -0.952 ആണ് ആൻസർ. അതുപോലെ ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ എന്ന് പറഞ്ഞാൽ 431.432 മൈനസ് 432.384 ആൻസർ വരുന്നത്
എന്താണ് -0.952 ആണ്. സോ ഹിയർ എന്താണ് സിഗ്മ ബി എസ് മൈനസ് സിഗ്മ എഫ് എസ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ. രണ്ടും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത്. നമ്മുടെ ചെക്ക് കറക്റ്റാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ദ ഫോളോയിങ് കോൺസിക്യൂട്ടീവ് റീഡിങ്സ് were taken along a line with a level and 4 meter staff on a continuously sloping ground 0.345, 1.45, 0.2630, 3.875, 0.655, 1.745, 2.965, 3.945, 1.125, 2.475 and 3.865. ഇപ്പോൾ ഇതൊരു കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ഗ്രൗണ്ടിലുള്ള ഇത്രയും റീഡിങ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു 4 മീറ്റർ സ്റ്റാഫിൽ. ഇതിൻ്റെ എല്ലാ പോയിൻറ്റ്സും റിഡ്യൂസ് ലെവൽ കാണണം. ഇവിടെ നമ്മളോട് പറഞ്ഞു നേരത്തെ നമ്മൾ ചെയ്തത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡായിരുന്നു. ഇവിടെ നമുക്ക് വേണ്ടത് റൈസ് ആൻഡ് ഫോൾ മെത്തേഡാണ്. അപ്പോൾ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് 60.350 ആണ് ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ചെക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് ഓൾ അതർ പോയിൻറ്റ്സ് റൈസ് ചെക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം ചെക്ക് അപ്ലൈ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മളൊരു ടേബിൾ വരയ്ക്കുകയാണ്. ടേബിൾ നമുക്കറിയാം സ്റ്റേഷൻ ഉണ്ട്, സ്റ്റേഷൻ, അത് കഴിഞ്ഞ് ബാക്ക് സൈറ്റ്, അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ദെൻ ഫോസൈറ്റ്, ദെൻ റൈസ്, then fall, then reduced level, then remarks. then station അറിയാം, നമുക്കറിയാം ബാക്ക് സൈറ്റ് ആദ്യത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 0.345 ആണ്, അത് ബാക്ക് സൈറ്റിൽ എഴുതി. then നെക്സ്റ്റ് റീഡിംഗ് വരുന്നത് 1.450 ആണ്. നെക്സ്റ്റ് റീഡിംഗ് വരുന്നത് 2.630. ദെൻ അടുത്ത റീഡിംഗ് വരുന്നത് എന്താണ് 3.875 ആണ്. അതിൻ്റെ അടുത്ത റീഡിംഗ് വരുന്നത് 0.655 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. റീഡിങ്സ് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയോ ഒന്നെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുള്ളൂ. അപ്പോൾ പുതിയൊരു റീഡിംഗ് ഇപ്പോൾ അതായത് ഇനി ഇതിലിപ്പോൾ 3.345 അത് കഴിഞ്ഞ് കൂടുക ചെയ്ത് 1.45 കിട്ടി, അത് കഴിഞ്ഞ് പിന്നെയും കൂടി 2.63 കിട്ടി, പിന്നെയും 3.875 കിട്ടി. പിന്നെ റീഡിങ് കുറയുക ചെയ്യുന്നത്, 0യിലേക്ക് തന്നെ പോവുക, 0.655 പോവുക. അതിനർത്ഥം എന്താണ്, ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് അർത്ഥം. സോ നമ്മൾ ഈ 3.875 എന്നുള്ളത് നമ്മുടെ എന്ത് ചെയ്യും, ഫോർസൈറ്റ് റീഡിംഗ് ആക്കി എഴുതും. ദെൻ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് നമുക്കിതിന് മനസ്സിലായി റീഡിങ് കുറഞ്ഞു വരില്ല, സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ കുറഞ്ഞു വരില്ല. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് പുതിയൊരു റീഡിംഗ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ബാക്ക് സൈഡിൽ എഴുതി 0.655. ദെൻ അടുത്ത റീഡിംഗ് എന്ന് പറഞ്ഞാൽ കൂടുകയാണ് 1.745, 2.965, 3.945. ഇവിടെ അതെ അടുത്ത് 3.945 കഴിഞ്ഞ് റീഡിങ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് പുതിയൊരു ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്താണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, ബാക്ക് സൈഡിൽ എഴുതി. ദെൻ അടുത്തത് 2.475, then 3.865. ഇപ്പോൾ ഇത്രയും റീഡിങ്സ് ആണുള്ളത്. ഇത്രയും റീഡിങ്സ് നമ്മൾ എഴുതി. ദെൻ എന്താണ്, റീഡിങ്സ് നമ്മൾ എഴുതി. ദെൻ 3.865 ഇത്രയും റീഡിങ്സ് നമ്മൾ എഴുതി. ദെൻ അപ്പോൾ നമുക്ക് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ആണെങ്കിൽ ഒന്നെങ്കിൽ ഡിക്രീസ് ചെയ്യുക ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുള്ളൂ റീഡിങ്സ് അടുത്തടുത്ത് കിടക്കുന്നത്. അപ്പോൾ അതിലൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അതായത് കുറച്ച് വാല്യൂസ് ഡിക്രീസ് ചെയ്തിട്ട് പിന്നെ ഒരു ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനർത്ഥം ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്താണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ പുതിയ റീഡിങ് നമ്മൾ എന്ത് ചെയ്യും, പുതിയ വ്യത്യാസം വന്നതിന് നമ്മൾ ബാക്ക് സൈഡിലേക്ക് എഴുതും. ദെൻ ഇങ്ങനെ നമ്മൾ സ്റ്റേഷൻ മാർക്ക് ചെയ്ത് 1 2 3 4 5 6 7 8 9 സ്റ്റേഷനും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് റൈസും കാണണം ഫോളും കാണണം. അപ്പോൾ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് നമുക്കറിയാം. റൈസും ഫോളും കാണാൻ എന്താ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് റീഡിങ്ങിൽ നിന്ന് അടുത്ത റീഡിങ് മൈനസ് ചെയ്യുക. പ്ലസ് ആണ് വരുന്നെങ്കിൽ റൈസിൽ എഴുതുക, മൈനസ് ആണ് വരുന്നെങ്കിൽ ഫോളിൽ എഴുതുക. ബാക്ക് സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റ് മൈനസ് ചെയ്യുക, പ്ലസ് ആണെങ്കിൽ റൈസിൽ എഴുതുക, റീഡിങ് മൈനസ് ആണെങ്കിൽ ഫോളിൽ എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ 0.345 മൈനസ് 1.450 ചെയ്തു. നമുക്ക് കിട്ടിയത് 1.105 ആണ്. നമ്മൾ ഫോളിൽ എഴുതി. അത് കഴിഞ്ഞ് 1.450 മൈനസ് 2.630 ചെയ്തു. നമുക്ക് കിട്ടിയത് 1.18 ആണ്, അതും മൈനസ് ആണ് കിട്ടിയത്, ഫോളിൽ എഴുതി.
ദെൻ 2.630 മൈനസ് 3.87 ആൻസർ വരുന്നത് 1.245 ആണ്. നമുക്കറിയാം മൈനസ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഫോളിൽ എഴുതി. ദെൻ അടുത്തത് 0.655 നിന്നും 1.745 മൈനസ് ചെയ്തു 1.09 ഫോളാണ്. ദെൻ 1.745 മൈനസ് 2.965 1.22 മൈനസ് വന്നു. ദെൻ 2.965 3.945 എന്ന് പറയുമ്പോൾ മൈനസ് 0.98 ഫോളിൽ എഴുതി. ദെൻ ഇവിടെ നമുക്ക് ചെറിയൊരു തെറ്റുണ്ട്. അതായത് ഇവിടെ നമ്മൾക്ക് എന്താണ് ഇവിടെ തന്നെയാണ് നമ്മൾ ഈ ഒരു റീഡിങ് എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ ദെൻ ഈ ഒരു 3.945 മൈനസ് 0.98 കിട്ടി. ദെൻ അടുത്ത ബാക്ക് സൈഡിൽ 1.125 മൈനസ് 2.475 ചെയ്യുമ്പോൾ 1.35. ദെൻ 2.475 മൈനസ് 3.875 1.39. അപ്പോൾ ഇത്രയാണ് ഇങ്ങനെ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റീഡിങ്ങിൽ നിന്ന് അടുത്ത റീഡിങ് മൈനസ് ചെയ്യുക. പ്ലസ് ആണെങ്കിൽ റൈസിൽ എഴുതുക, മൈനസ് ആണെങ്കിൽ ഫോളിൽ എഴുതുക. ഇവിടെ ബാക്ക് സൈഡ് റീഡിങ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ബാക്ക് സൈഡിൽ നിന്ന് സൈറ്റ് വേണം ഇൻ്റർമീഡിയറ്റ് സൈറ്റ് മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ മൈനസ് കിട്ടിയ ഫോളിലേക്ക് പ്ലസ് ആണ് റൈസ് എഴുതി. ഇനി നമുക്കിതിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കണം. റെഡ്യൂസ്ഡ് ലെവൽ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? റെഡ്യൂസ്ഡ് ലെവൽ കാണാൻ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ റെഡ്യൂസ്ഡിൽ തന്നിട്ടുണ്ട് 60.350 ആണ് ബെഞ്ച് മാർക്ക് ചെയ്യുന്ന റെഡ്യൂസ് ലെവൽ. ഈ റെഡ്യൂസ് ലെവലിൽ നിന്നും ഫോൾ ആണെങ്കിൽ മൈനസ് ചെയ്യുക, റൈസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ 60.350 മൈനസ് 1.105 എന്ന് പറയുന്നത് 59.245 ആണ്. ദെൻ ഈ റീഡിങ് മൈനസ് 1.18 എന്ന് പറഞ്ഞാൽ 58.065 ആണ്. ദെൻ 58.065 മൈനസ് 1.245 എന്ന് പറഞ്ഞാൽ 56.82 ആണ്. 82 മൈനസ് 1.09 55.73. 55.73 മൈനസ് 1.22 54.51. 51 മൈനസ് 0.98 53.53. 53.53 മൈനസ് 1.35 52.18. 52.18 മൈനസ് 1.39 50.79. ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് ആർ. ഇത്രയും നമുക്ക് ആർഎല്ലിൻ്റെ വാല്യൂസും കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാണ്, ഇതൊക്കെ കറക്റ്റ് ആണെന്നുള്ള ചെക്ക് ചെയ്യാണ്. ചെക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിഗ്മ ബി എസ് മൈനസ് സിഗ്മ എഫ് എസ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ minus first RL equal to last RL minus first RL equal to sigma rise minus sigma fall. നമുക്കറിയാം സിഗ്മ ബി എസ് എന്ന് പറയുന്നത് എങ്ങനെ കാണും? ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ബി എസ് എല്ലാം കൂടി ആഡ് ചെയ്തത് 0.345 പ്ലസ് 0.655 പ്ലസ് 1.125 എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 2.125 ആണ്. അതുപോലെ സിഗ്മ എഫ് എസ് എന്ന് പറയുന്നത് എല്ലാം കൂടി ആഡ് ചെയ്യണം 3.875 പ്ലസ് 3.945 പ്ലസ് 3.865. അത് ആൻസർ 11.685 ആണ്. ദെൻ നമ്മൾ സിഗ്മ ഫാള് എല്ലാം കൂടി ആഡ് ചെയ്യുക, ആൻസർ കിട്ടുന്നത് 9.56 ആണ്. ദെൻ ഇതെല്ലാം നമ്മൾ ചെക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ചെക്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം സിഗ്മ ബി എസ് എന്ന് പറഞ്ഞാൽ 2.125 മൈനസ് എഫ് എസ് 11.685 ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ എന്ന് പറയുമ്പോൾ 50.79 മൈനസ് 60.350 ഈക്വൽ ടു നമുക്കറിയാം സിഗ്മ റൈസ് എന്ന് പറഞ്ഞാൽ 0 ആണ്, മൈനസ് സിഗ്മ ഫോൾ എന്ന് പറഞ്ഞാൽ 9.56. ഇതെല്ലാം കൂടി നോക്കുക. 2.21 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മൈനസ് 9.56 കിട്ടും. ഇവിടെ ലാസ്റ്റ് ആറിൽ മൈനസ് ഫസ്റ്റ് ആറിൽ ചെയ്യുമ്പോഴും മൈനസ് 9.56 കിട്ടും. ഇവിടെ എന്താണ് സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോളും മൈനസ് 9.56 കിട്ടും. അപ്പോൾ ഇത്രയാണ് എന്താ പറയുക ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മുടെ ചെക്കും കറക്റ്റാണ്. ദെൻ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 2 ലെവലിംഗ് പ്രോബ്ലം കഴിഞ്ഞു, റൈസ് ആൻഡ് ഫോളും, ഒന്ന് എന്താണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇതിന് നമുക്കറിയാം ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടിന്യൂസ്ലി സ്ലോപ്പിംഗ് ഗ്രൗണ്ടിലാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യം നമ്മളോട് പറയില്ല. പകരം നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഒരു അതായത് എന്താ പറയുക റീഡിങ്സിലെ വ്യത്യാസം അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുക ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ലെവലിങ്ങിലെ പ്രോബ്ലംസ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് ഒരു തിയോഡലൈറ്റിൻ്റെ പാർട്സ് ആണ്. ഒരു തിയോഡലൈറ്റിൻ്റെ പാർട്സ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്കറിയാം ഒരു ലെവലിംഗ് ഹെഡ് ഉണ്ടായിരിക്കും. ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത് ഒരു ട്രൈബ്രാക്ക് പ്ലേറ്റ് കൺസിസ്റ്റ് ചെയ്യും. ലെവലിംഗ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ട്രൈബ്രാക്ക് പ്ലേറ്റ് ഉണ്ടായിരിക്കും. 3 ഫുഡ് സ്ക്രൂസോട് കൂടിയ 3 ആംസ് ഉണ്ടായിരിക്കും. 3 ആംസ്കളിലും ഓരോ ഫുഡ് സ്ക്രൂസ് ഉണ്ടായിരിക്കും. അതായത് 3 ഫുഡ് സ്ക്രൂസോട് കൂടിയ ഒരു ട്രൈബ്രാക്ക് പ്ലേറ്റ് ആണ് ലെവലിംഗ് ഹെഡിൽ ഉണ്ടായിരിക്കുക. ദെൻ അപ്പർ പ്ലേറ്റ് ഉണ്ടായിരിക്കും ഒരു പാർട്ടായിട്ട്. അതുപോലെ തന്നെ ലോവർ പ്ലേറ്റും ഉണ്ടായിരിക്കും. അപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വെർനിയർ പ്ലേറ്റ് ആണ്. വെർനിയർ പ്ലേറ്റിനെയാണ് അപ്പർ പ്ലേറ്റ് എന്ന് പറയുക. ഈ അപ്പർ പ്ലേറ്റിലാണ് 2 വെർനിയേഴ്സ് 180 ഡിഗ്രി അപ്പാർട്ടായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഓരോ വെർനിയറിനും A, B എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഇതിലൊരു അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂവും അതുപോലെ തന്നെ ഒരു അപ്പർ ടാൻജൻഷ്യൽ സ്ക്രൂവും ഈ ഒരു അപ്പർ പ്ലേറ്റിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ലോവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്കെയിൽ പ്ലേറ്റ് ആണ്. ഇതിലൊരു സിൽവേർഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഉണ്ടാവും. ഈ ഒരു സ്കെയിലാണ് നമ്മൾ 0 ഡിഗ്രി 360 ഡിഗ്രി എന്നുള്ള മാർക്കിങ്സ് എഴുതിയിട്ടുണ്ടാവുക. ദെൻ ഈ ഒരു പ്ലേറ്റ് തന്നെയാണ് ഒരു ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂവും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ഇത്രയാണ് ലെവലിംഗ് ഹെഡ്, അപ്പർ പ്ലേറ്റ്, ലോവർ പ്ലേറ്റ്. ദെൻ നെക്സ്റ്റ് എന്താണ് പ്ലേറ്റ് ലെവൽസ് ആണ്. പ്ലേറ്റ് ലെവൽസ് നമുക്കറിയാം. ഈ പ്ലേറ്റ് ലെവൽസ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേറ്റ് ലെവൽസ് യൂസ് ചെയ്യുന്നത്. പ്ലേറ്റ് ലെവൽസ് 90 ഡിഗ്രി ഫിക്സഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ ഒരു ടെലസ്കോപ്പ് ഉണ്ട്. ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഫോക്കസിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിലൊരു എൻഡിൽ ഐ പീസ്, ഒരു എൻഡിൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ദെൻ നമുക്കറിയാം നെക്സ്റ്റ് എന്താണ് സ്റ്റാൻഡേർഡ്സ് ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പാർട്ടിന് നമ്മൾ ഫ്രെയിംസ് ആണ്. ഷേപ്പിലുള്ള ഫ്രെയിമുകളാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രെയിംസിന് എന്ത് ചെയ്യാൻ പറ്റും? ടെലസ്കോപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഷേപ്പിൽ വെലോസിറ്റി ടു റൊട്ടേറ്റ് ജനറലി ഷേപ്പിൽ അതിനെ ടെലസ്കോപ്പിന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടെലസ്കോപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫ്രെയിമാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ജനറലി ഈ സ്റ്റാൻഡേർഡ്സ് ഷേപ്പിലായിരിക്കും നമ്മുടെ തിയോഡലൈറ്റിൽ ഉണ്ടാവുക. ദെൻ ഇത്രയാണ് നമ്മൾ തിയോഡലൈറ്റിൻ്റെ പാർട്സ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർമെൻറ്റ് പ്രൊസീജിയർ എഴുതാനാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ മെത്തേഡ് വെച്ചിട്ട് ഹൊറിസോണ്ടൽ ആംഗിളിൻ്റെ പ്രൊസീജിയർ എഴുതാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ പ്രൊസീജിയർ ഫോർ മെഷറിംഗ് ഹൊറിസോണ്ടൽ ആംഗിൾ ബൈ റിപ്പീറ്റേഷൻ മെത്തേഡ്. നമുക്കറിയാം ഈ ഒരു മെത്തേഡിൽ ആംഗിളിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ് റിപ്പീറ്റേഷൻ മെത്തേഡ്? റിപ്പീറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു ആംഗിൾ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ? ഒരുപാട് പ്രാവശ്യം ആംഗിളിനെ സെവറൽ ടൈംസ് ആംഗിളിനെ മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് കിട്ടുന്ന റീഡിങ് ഡിവൈഡഡ് ബൈ എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തു അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റീഡിങ് കിട്ടും. അതാണ് അതിൻ്റെ ആംഗിൾ റീഡിങ്. അതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആംഗിൾ. അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ആംഗിൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന റീഡിങ് എന്താണോ അതേ ബൈ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ആംഗിളാണ്. ഇപ്പോൾ നമുക്ക് എത്രയാണോ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആംഗിളാണ് അതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ. കറക്റ്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് ഈ ഒരു റിപ്പീറ്റേഷൻ മെത്തേഡ് വെച്ചിട്ട് കിട്ടുക. ദെൻ ഇതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇൻസ്ട്രുമെൻറ്റ്, ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റേഷൻ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാം ഇതാണ് O എന്ന് പറഞ്ഞ സ്റ്റേഷൻ പോയിന്റ്. ഇതാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേഷൻ പോയിന്റ് Oയിൽ ഇൻസ്ട്രുമെൻറ്റിനെ ഫിക്സ് ചെയ്തു. ഇൻസ്ട്രുമെൻറ്റിന് O എന്ന് പറയുന്ന സ്റ്റേഷൻ പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റിനെ ഫിക്സ് ചെയ്തു. O എന്ന് പറയുന്ന സ്റ്റേഷൻ പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റിനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഫുഡ് സ്ക്രൂസ് വെച്ച് ലെവൽ ചെയ്തു. എന്നിട്ട് നമ്മൾ ഫേസ് ലെഫ്റ്റ് കണ്ടീഷൻ എടുത്തു. ഫേസ് ലെഫ്റ്റ് എടുക്കാം, ഫേസ് റൈറ്റിലും ചെയ്യാം. നമ്മൾ ആദ്യം ഫേസ് ലെഫ്റ്റ് കണ്ടീഷൻ എടുത്തു. എന്നിട്ട് വെർനിയർ റീഡിങ്സ് A എന്ന് പറഞ്ഞ വെർനിയറിൽ 00 മറ്റേ B എന്ന് പറഞ്ഞ വെർനിയറിൽ 180 ഡിഗ്രിയും സെറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? അപ്പർ ക്ലാമ്പൊക്കെ ടൈറ്റ് ചെയ്തു. ലോവർ ക്ലാമ്പെല്ലാം ടൈറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്യുക. ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഡിങ് മാറില്ല. അതായത് വെർനിയറിലുള്ള റീഡിങ് മാറില്ല, പകരം റൊട്ടേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ലോവർ ക്ലാമ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടെലസ്കോപ്പിന് എന്ത് ചെയ്യുക? Aയിലേക്ക് ഡയറക്റ്റ് നോക്കുക. ടെലസ്കോപ്പിനെ A എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യുക. എന്നിട്ട് ലോവർ ടാൻജൻഷ്യൽ സ്ക്രൂ വെച്ചിട്ട് നന്നായിട്ട് ബൈസെക്റ്റ് ചെയ്യിക്കുക. അതായത് ആ പോയിന്റ് കറക്റ്റായിട്ട് ആ ഒരു റീഡിങ്ങിലേക്ക് കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്യിക്കുക ലോവർ ടാൻജൻഷ്യൽ സ്ക്രൂ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ Aയിലുള്ള 00 എന്ന് പറഞ്ഞ റീഡിങ് മാറിയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ലോവർ ക്ലാമ്പ് മാത്രമേ ലൂസ് ചെയ്തിട്ടുള്ളൂ, അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ടില്ല. ദെൻ എന്ത് ചെയ്യുക? ദെൻ അപ്പർ ക്ലാമ്പ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അപ്പർ ക്ലാമ്പ് യൂസ് ചെയ്യുക. B എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മുടെ Aയിൽ വെച്ചുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു? B0 തന്നെ തിയോഡലൈറ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ Bയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? സൈറ്റ് ചെയ്തു. Bയിലേക്ക് സൈറ്റ് ചെയ്തു. ഇപ്പോൾ Bയിലേക്ക് സൈറ്റ് ചെയ്യുമ്പോൾ അപ്പർ ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് വേണം സൈറ്റ് ചെയ്യാനായിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ റീഡിങ്സ് മാറണം. റീഡിങ്സ് മാറാനായിട്ട് Bയിലേക്ക് സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പർ ക്ലാമ്പ് യൂസ് ചെയ്തു. അപ്പർ ടാൻജൻഷ്യൽ സ്ക്രൂ വെച്ചിട്ട് കറക്റ്റായിട്ട് ഫൈനായിട്ട് ബൈസെക്റ്റ് ചെയ്തു. അതായത് കറക്റ്റായിട്ട് ആ ഒരു റീഡിങ് കറക്റ്റായിട്ട് ആ ഒരു ഇമേജിനെ കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്യിച്ചു. ദെൻ അപ്പർ ടാൻജൻഷ്യൽ സ്ക്രൂ ഉപയോഗിച്ചിട്ട്
ദെൻ എന്ത് ചെയ്തു, ഈ വെർനിയർ റീഡിങ്സ് എയിലും ബിയിലുള്ളത് വെർനിയർ റീഡിങ്സ് മാറ്റി. എയിൽ നമ്മൾ 0 ഡിഗ്രി ആയിരുന്നു, ഇപ്പം നമ്മുടെ എയിലെ വെർനിയർ റീഡിങ്ങും ബിയിലെ വെർനിയർ റീഡിങ്ങും മാറിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 30 ഡിഗ്രിയാണ് എയിലും ബിയിലും കൂടി വെർനിയർ റീഡിങ് കിട്ടി, ആംഗിൾ നമുക്കിപ്പോൾ 30 ഡിഗ്രി കിട്ടിയെന്ന് വിചാരിക്കാം. ദെൻ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിന് അതേപോലെ തന്നെ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതായത് അപ്പർ ക്ലാമ്പ് ഇപ്പോൾ നമ്മൾ ടൈറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അപ്പർ ക്ലാമ്പിന് വ്യത്യാസമൊന്നും വരാതെ ലോവർ ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എന്താ പറയുക പിന്നെയും ഇൻസ്ട്രുമെൻറ്റിനെ ക്ലോക്ക് വൈസ് ആയി തിരിച്ചിട്ട് എയിലേക്ക് തന്നെ സൈറ്റ് ചെയ്യിക്കുക. അപ്പോൾ നമ്മുടെ റീഡിങ് 30 ഡിഗ്രി കിട്ടിയ റീഡിങ്ങിന് വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ അപ്പർ ക്ലാമ്പ് ടൈറ്റാണ്, ലോവർ ക്ലാമ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് എയിലെ സൈറ്റ് ചെയ്യിക്കുക, എയിലെ സൈറ്റ് ചെയ്ത് റീഡിങ് നോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ലോവർ ക്ലാമ്പ് ലൂസായത് ടൈറ്റ് ആക്കിയിട്ട് അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെയും നമ്മൾ ബിയിലേക്ക് സൈറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ റീഡിങ് മാറിയിട്ടുണ്ടായിരിക്കും. റീഡിങ് എത്രയാണ്, ഒരു 60 ഡിഗ്രി ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടിയേണ്ടതെന്ന് വിചാരിക്കുക. ദെൻ ഈ ഒരു പ്രൊസീജിയർ നമ്മളൊരു എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്കൊരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ നമ്മളൊരു 3 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുമ്പോൾ 90 ഡിഗ്രിയാണ് ആംഗിൾ കിട്ടിയതെങ്കിൽ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ 90 ഡിഗ്രി ലാസ്റ്റ് കിട്ടിയ ആംഗിൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു ബൈ 3 ചെയ്യുക. അത് 3 പ്രാവശ്യം ആണെങ്കിൽ 3 ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ നമ്മുടെ കറക്റ്റ് പ്രിസൈസ് ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു 30 ഡിഗ്രിയാണ്. ഇങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റേഷൻ മെത്തേഡ് ഹൊറിസോണ്ടൽ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ മെഷർ ചെയ്യാനായിട്ട് റിപ്പീറ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഫേസ് ലെഫ്റ്റിലും ചെയ്യുക, അതുപോലെ ഫേസ് റൈറ്റിലും ചെയ്യുക. രണ്ടിൻ്റെയും കൂടി ആവറേജ് ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ചേഞ്ചിങ് ഫേസ്, ട്രാൻസിറ്റിംഗ്, ലാറ്റിറ്റ്യൂഡ്, ഡിപ്പാർച്ചർ. ഇതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതാനാണ്. എന്താണ് ചേഞ്ചിങ് ഫേസ്? നമുക്കറിയാം ചേഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത് ടെലസ്കോപ്പിനെ ഫേസ് ലെഫ്റ്റ് കണ്ടീഷനിൽ നിന്നും ഫേസ് റൈറ്റ് കണ്ടീഷനിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ചേഞ്ചിങ് ഫേസ് ചേഞ്ച് ചെയ്യുക എന്ന് പറയാം. അല്ലെങ്കിൽ വൈസ് വേഴ്സ, ഫേസ് റൈറ്റ് കണ്ടീഷനിൽ നിന്നും ഫേസ് ലെഫ്റ്റ് കണ്ടീഷനിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചേഞ്ചിങ് ഫേസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് ബ്രിങ്ങിങ് ദ ടെലസ്കോപ്പ് ഫ്രം ദ ഫേസ് ലെഫ്റ്റ് കണ്ടീഷൻ ടു ദ ഫേസ് റൈറ്റ് കണ്ടീഷൻ ഓർ വൈസ് വേഴ്സ. ദെൻ എന്താണ് ട്രാൻസിറ്റിംഗ്? ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെലസ്കോപ്പിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ടെലസ്കോപ്പിനെ മൂവ് ചെയ്യുകയാണ് എബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ത്രൂ 180 ഡിഗ്രി. അതായത് 180 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ടെലസ്കോപ്പിനെ ഹൊറിസോണ്ടൽ ആക്സിസിന് എബൌട്ട് മൂവ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസിറ്റിംഗ് എന്ന് പറയുക. ഈ ഒരു പ്രോസസ്സിൻ്റെ വേറൊരു പേരാണ് റിവേഴ്സിങ് അല്ലെങ്കിൽ പ്ലഞ്ചിങ്. ദെൻ എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ഡിപ്പാർച്ചർ? ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. നമുക്കറിയാം ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനിൻ്റെ കോ ഓർഡിനേറ്റ്സിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്, ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൻ്റെ അതായത് ലൈനിൻ്റെ നോർത്ത് സൗത്ത് ലൈനിന് പാരലായിട്ടുള്ള കോർഡിനേറ്റിനെയാണ് നമ്മൾ അതായത് നോർത്ത് സൗത്ത് ലൈൻ, അതായത് നോർത്ത് സൗത്ത് മെറീഡിയന് പാരലായിട്ട് മെഷർ ചെയ്യുന്ന കോർഡിനേറ്റിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുക. ലാറ്റിറ്റ്യൂഡ് അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മെഷേർഡ് പാരലൽ ടു ദ നോർത്ത് സൗത്ത് മെറീഡിയന് പാരലായിട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് എന്താണ്, നോർത്ത് സൗത്ത് ലൈൻ, അതായത് മെറീഡിയന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ ഉണ്ടാവും. മെറീഡിയന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് എന്താണ്, ഈ ലൈനാണ്, വെസ്റ്റ് ഈസ്റ്റ് ഈ ലൈൻ. ഈ ലൈനിന് അതായത് നമ്മുടെ മെറീഡിയന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിന് പാരലായിട്ട് വരുന്ന ലൈനിൻ്റെ കോർഡിനേറ്റിനെയാണ് നമ്മൾ ഡിപ്പാർച്ചർ എന്ന് പറയുക. അതായത് നോർത്ത് സൗത്ത് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈന്, വെസ്റ്റ് ഈസ്റ്റ് ലൈൻ, ആ ലൈനിന് പാരലായിട്ടുള്ള കോർഡിനേറ്റ് ഓഫ് എ ലൈനെയാണ് നമ്മൾ ഡിപ്പാർച്ചർ എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം ഡിപ്പാർച്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം ഡിപ്പാർച്ചറാണ്, ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞതാണ്. അതായത് നമുക്കറിയാം ഇവിടെ നമ്മളിത് ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഡിപ്പാർച്ചറും ഇതാണ് ലാറ്റിറ്റ്യൂഡ്. ലൈനിൻ്റെ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർഡിനേറ്റ്, ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർഡിനേറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം ഇവിടെ നമ്മളോട് ഈ ഒരു ഫോളോയിങ് ടേബിളിൽ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചർ, ഒരു ക്ലോസ്ഡ് ടവേഴ്സ് ABCDയുടെ ലാറ്റിറ്റ്യൂഡും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡിപ്പാർച്ചറും തന്നിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡും തന്നിട്ടുണ്ട്, നമുക്ക് ഡിപ്പാർച്ചറും തന്നിട്ടുണ്ട്. ദെൻ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സും അതുപോലെ തന്നെ ഈ ട്രാവേഴ്സിൻ്റെ ഏരിയയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ABBCCDDE എന്ന് പറഞ്ഞ സൈഡ് തന്നിട്ടുണ്ട്, ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഡിപ്പാർച്ചർ ഉണ്ട്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർച്ചറും തന്നിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമുക്ക് ലാറ്റിറ്റ്യൂഡ് നോർത്ത് സൗത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഡിപ്പാർച്ചർ ഈസ്റ്റ് വെസ്റ്റിൽ നമുക്ക് അങ്ങനെ തന്നിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യേണ്ടത്? നമുക്കറിയാം ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിളിൽ എന്ത് ചെയ്യുക, ലൈന് ഈ ഒരു ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ ഒരു
ടേം ആക്കി എഴുതുക, ഡിപ്പാർച്ചറിന് വേറൊരു ടേം അങ്ങനെ തന്നെ എഴുതുക. ദെൻ നമ്മളൊരു സ്റ്റേഷൻ പോയിൻ്റ് കണ്ടു. അത് കഴിഞ്ഞ് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് എഴുതി. ദെൻ ലൈൻ നമുക്കറിയാം, നമ്മളോട് പറഞ്ഞു ABC CD DA. ഇവിടെ നമ്മളോട് പറഞ്ഞു ലാറ്റിറ്റ്യൂഡും ഉണ്ട് ഡിപ്പാർച്ചറും ഉണ്ട്. ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അതിൽ ലാറ്റിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്പാർച്ചറും ഉണ്ട്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് നമുക്ക് നോർത്ത് സൗത്ത് ടേമിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ നോർത്തിലുള്ളത് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അറിയാം ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്, നോർത്തിൽ 107.4 ആണ് തന്നിട്ടുള്ളത് ലാറ്റിറ്റ്യൂഡ് ABയുടെ. അപ്പോൾ അത് നോർത്ത് ആയതുകൊണ്ട് എന്താണ് പോസിറ്റീവാണ്, സൗത്ത് ആയിരുന്നെങ്കിൽ മൈനസ് ഇടുമായിരുന്നു. നമുക്കറിയാം നോർത്ത് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു, സൗത്ത് ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് മൈനസ് ഇടുക. ഈ വെസ്റ്റ് ആണെങ്കിൽ മൈനസ് ഇടുക, ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ് ഇടുക. ഡിപ്പാർച്ചർ അതായത് നോർത്ത് ആണെങ്കിൽ പ്ലസ് ഇടുക, ഈസ്റ്റ് ആണെങ്കിലും പ്ലസ് ഇടുക, സൗത്ത് ആണെങ്കിലും വെസ്റ്റ് ആണെങ്കിലും മൈനസ് ഇടുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുമിച്ച് എഴുതുകയാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് ഇവിടെ നോർത്ത് ആയതുകൊണ്ട് 107.4 പ്ലസ് 107.4, ഡിപ്പാർച്ചർ പ്ലസ് 62. BCയുടെ മൈനസ് ആണ്, അതായത് സൗത്ത് ആയതുകൊണ്ട് 122.6 ആണ് ലാറ്റിറ്റ്യൂഡ്, പ്ലസ് 102.9 ആണ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡിപ്പാർച്ചർ വരുന്നത്. ദെൻ CD മൈനസ് 77.9 മൈനസ് 45 പ്ലസ് 93.1 മൈനസ് 119.9. ഇത്രയാണ് ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ. നോർത്തും ഈസ്റ്റും ആണെങ്കിൽ പ്ലസ്, സൗത്തും വെസ്റ്റും ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ എഴുതി. ഇത് നമുക്കറിയാം സ്റ്റേഷൻ പോയിൻ്റ് ഉണ്ട്. സ്റ്റേഷൻ പോയിൻറ്റിന് എന്താ പറയുക XY എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞു സ്റ്റേഷൻ പോയിൻറ്റ് AB എന്ന് പറഞ്ഞ ലൈനോട് A to B C D എന്ന് പറഞ്ഞ സ്റ്റേഷൻ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ A എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 100 ആണ്. ദെൻ Yൻ്റെ 200 ആണെന്ന് അസ്യൂം ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത Bയുടെ സ്റ്റേഷൻ പോയിൻ്റ് ലാറ്റിറ്റ്യൂഡ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കാണാനായിട്ട് ഈ ഒരു 100 പ്ലസ് ലാറ്റിറ്റ്യൂഡ് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 107.4 ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 207.4. ദെൻ 200 പ്ലസ് 62 ഈസ് ഈക്വൽ ടു 262. ദെൻ 207.4 അങ്ങനെ തന്നെ ചെയ്യാം. ദെൻ നമുക്കറിയാം ഈ ഒരു 207.4 മൈനസ് 122 മൈനസ് 122.6 ചെയ്യുക. അപ്പോൾ നമുക്ക് 84.8 കിട്ടും. 262 പ്ലസ് 102.9 364.9. ദെൻ 84.8 മൈനസ് 77.9 ദറ്റ് ഈസ് ഈക്വൽ ടു 6.9. 364.9 മൈനസ് 45 ദറ്റ് ഈസ് ഈക്വൽ ടു 319.9. ദെൻ എന്ത് ചെയ്യുക, ഈ ഒരു 6.9 നിന്നും പ്ലസ് ലാറ്റിറ്റ്യൂഡ് പ്ലസ് ആണ്, പ്ലസ് 93.1 ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും E എന്ന് പറയുന്ന പോയിന്റിലേക്ക് 100 തന്നെ കിട്ടും. ദെൻ 319.9 മൈനസ് 119.9 ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് 200 തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എഴുതി. ഇതാണ് XY ഓരോ സ്റ്റേഷൻ പോയിൻ്റ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നെക്സ്റ്റ് നമുക്ക് കിട്ടിയ എല്ലാ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുക. 100 200 207.4 262 84.8 6.84.8 364.9 6.9 319.9 100 200 അങ്ങനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ഏരിയ ട്വൈസ് ഓഫ് ദി ഏരിയ ആണ് കിട്ടുക. ട്വൈസ് ഓഫ് ദി ഏരിയ 2A ഈക്വൽ ടു 100 ഇൻറ്റു 262 പ്ലസ് 207.4 ഇൻറ്റു 364.9 പ്ലസ് 84.8 ഇൻറ്റു 319.9 പ്ലസ് 6.9 ഇൻറ്റു 200 മൈനസ് ഇനി അടുത്തത് ഈ ഭാഗം മാത്രം നമ്മൾ ഇൻറ്റു ചെയ്ത് പ്ലസ് ചെയ്ത് കൊടുക്കുക. മൈനസ് 200 ഇൻറ്റു 207.4 പ്ലസ് 262 ഇൻറ്റു 262 ഇൻറ്റു
84. ഇവിടെ നമുക്കറിയാം പ്ലസ് 262 ഇൻറ്റു 84.8 പ്ലസ് 364.9 ഇൻറ്റു 6.9 പ്ലസ് ഇത് മായ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ടേബിൾ വരച്ചെടുത്തതല്ലേ. 364.9 ഇൻറ്റു 6.9 പ്ലസ് 319.9 ഇൻറ്റു 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ 100 ഇൻറ്റു ഇങ്ങനെ എല്ലാം ഇൻറ്റു ചെയ്തിട്ട് ഇൻറ്റു ചെയ്യുക, അത് പ്ലസ് ചെയ്യാം. അതിൽ നിന്നും ഈ ഒരു ഭാഗം ഇൻറ്റു ചെയ്തത് പ്ലസ് ചെയ്ത് മൈനസ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് എന്താണ്, ഇസ് ഈക്വൽ ടു നമുക്ക് ടോട്ടൽ കിട്ടും 104,549.78 മൈനസ് 98,205.41 ആണ് ആൻസർ കിട്ടുക. ദറ്റ് ഇസ് ഈക്വൽ ടു 634, അതായത് 63,044.37 ആണ് നമുക്കിവിടെ ട്വൈസ് ഓഫ് ദി ഏരിയ കിട്ടുക. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ ടോട്ടൽ ഏരിയ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ടോട്ടൽ ഏരിയ ഈക്വൽ ടു 6344.37 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് എത്രയാണ്, ആൻസർ വരുന്നത് 3172.185 മീറ്റർ സ്ക്വയർ ആണ് നമുക്കിവിടെ ആൻസർ വരും. 185 മീറ്റർ സ്ക്വയർ ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ട്വൈസ് ഏരിയ നമുക്ക് ഇങ്ങനെ കിട്ടി, അത് കഴിഞ്ഞാൽ അത് ബൈ 2 ചെയ്യുമ്പോൾ ഏരിയ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി ആപ്ലിക്കേഷൻ ഓഫ് GPS. GPS-ൻ്റെ ആപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ GPS-ൻ്റെ ആപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് വൺ ഏവിയേഷനിൽ യൂസ് ചെയ്യും. ഏവിയേഷനിൽ എന്തിനാണെന്ന് വെച്ചാൽ പൈലറ്റ്സ് ആൻഡ് പാസഞ്ചേഴ്സിന് റിയൽ ടൈം എയർക്രാഫ്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ എയർലൈൻ ഓപ്പറേറ്റേഴ്സിന് ഏത് ഫാസ്റ്റസ്റ്റ് ആൻഡ് സേഫസ്റ്റ് ആയിട്ടുള്ള മോഡ് ഏതാണെന്ന് അറിയാനും അതുപോലെ എയർക്രാഫ്റ്റിനെ ട്രാക്ക് ചെയ്യാനും എന്തെങ്കിലും വെതർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാനൊക്കെ ഏവിയേഷനിൽ നമ്മൾ GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ്, അത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത മറൈനിൽ യൂസ് ചെയ്യും. മറൈനിൽ ബോട്ട് ക്യാപ്റ്റൻസിനെ വാട്ടറിലൂടെ നാവിഗേറ്റ് ചെയ്ത് അവർക്ക് അവരെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കാനൊക്കെ മറൈനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫാമിങ്ങിൽ യൂസ് ചെയ്യും. ഫാമിങ്ങിൽ എന്തിനാണെന്ന് വെച്ചാൽ സാമ്പിൾ ലൊക്കേഷൻസ് ഒക്കെ മാപ്പ് ചെയ്യാനായിട്ട് ഫാർമേഴ്സിന് സ്യൂട്ടബിൾ സോയിൽസ് മാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ദെൻ സർവേയിൽ യൂസ് ചെയ്യും. സർവേയിൽ നമുക്കറിയാം എർത്തിൻ്റെ സർഫസിലുള്ള ഓരോ മെഷേഴ്സ് വാട്ടാണ്ട് എർത്തിൻ്റെ സർഫസിനെ മാപ്പ് ചെയ്യാനായിട്ട് ഇതിന് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാൻഡിൻ്റെ ബൗണ്ടറീസ്, സീ ഫ്ലോർ മാപ്പ് ചെയ്യാൻ, അത് ഷേപ്പ് ഓഫ് ദി സ്ട്രക്ചേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാനൊക്കെയാണ് സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ദെൻ റോഡ് ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ മിലിറ്ററി ടെലികമ്മ്യൂണിക്കേഷൻ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, GPS യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏവിയേഷനിൽ യൂസ് ചെയ്യും, മറൈനിൽ യൂസ് ചെയ്യും, ഫാമിങ്ങിൽ യൂസ് ചെയ്യും, സർവേയിങ്ങിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ, മിലിറ്ററിയിൽ അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, GPS യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് GPS. ഇതിൽ മാത്രമൊന്നുമല്ല, ഇനിയും ആപ്ലിക്കേഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിവിടെ കുറച്ച് ആപ്ലിക്കേഷൻസ് കൊടുത്തുള്ള ഇത്രയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ദി ഫീൽഡ് പ്രൊസീജിയർ ഫോർ ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷൻ്റെ ഫീൽഡ് പ്രൊസീജിയറാണ്. നമുക്കറിയാം ടോട്ടൽ സ്റ്റേഷനുമാണ് പുതിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. EDM-ഉം അതുപോലെ തന്നെ ഇലക്ട്രോണിക് തിയോഡലൈറ്റും ഒരു ഡാറ്റ പ്രോസസ്സറും ഡാറ്റ കളക്ടറും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ടോട്ടൽ സ്റ്റേഷനിൽ ഫസ്റ്റ് അതിൻ്റെ ഫീൽഡിൽ ചെയ്യുന്ന പ്രൊസീജിയർ ഓരോ ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ച് ഏരിയ മെഷർ ചെയ്യുന്നതിനുള്ള സെറ്റിങ്സ് അങ്ങനെയുള്ള കുറേ ഡിസ്റ്റൻസ് മെഷർ സെറ്റിങ്സ് ഒക്കെ ഓരോ ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ച് മാറും. എന്നാൽ കൂടി അതിൻ്റെ ഫീൽഡിൽ നമ്മൾ കുറച്ച് പ്രൊസീജിയേഴ്സ് സിമിലറായിട്ട് ചെയ്യും. അതാണ് ട്രൈപോഡ് സെറ്റ് ചെയ്യുക. നമുക്കറിയാം എല്ലാം ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഫീൽഡ് പ്രൊസീജിയറാണ് സെറ്റിംഗ് ഓഫ് ദി ട്രൈപോഡ് സെറ്റ് ചെയ്യുക. ട്രൈപോഡ് ആദ്യം സെറ്റ് ചെയ്തിട്ട് അതിന് കറക്റ്റായിട്ട് അതിന് മുകളിൽ എന്ത് ചെയ്യുക, ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ മൗണ്ട് ചെയ്ത് വെക്കുക. ആദ്യം ട്രൈപോഡ് സെറ്റ് ചെയ്യുക, അതിന് ടോട്ടൽ സ്റ്റേഷൻ അതിന് മുകളിൽ മൗണ്ട് ചെയ്ത് വെക്കുക. ദെൻ എന്ത് ചെയ്യുക, സെൻറ്ററിങ് ചെയ്യുക. സെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദി തിയോഡലൈറ്റിനെ എക്സാക്ട്ലി ഓവർ ദി സ്റ്റേഷൻ മാർക്കാണ്. ഈ സെൻറ്ററിങ് ചെയ്യാനായിട്ട് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ലേസർ പ്ലമ്മറ്റാണ് യൂസ് ചെയ്യുക. ദെൻ ടോട്ടൽ സ്റ്റേഷൻ ലെവലിംഗ് ചെയ്യും. നേരത്തെ നമ്മൾ തിയോഡലൈറ്റിലൊക്കെ പറഞ്ഞ പോലെ ലെവലിംഗ് തന്നെയാണ്. ഫുഡ് സ്ക്രൂസ് വെച്ചിട്ടാണ് നമ്മൾ ലെവലിംഗ് ചെയ്യുക. ഫുഡ് സ്ക്രൂസ് വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഫുഡ് സ്ക്രൂവിന് പാരലാക്കി വെച്ചിട്ട് ഇൻവേർഡ് ഔട്ട്വേർഡ് തിരിക്കുക. എന്നിട്ട് നേരെ തിരിച്ച് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ ഫുഡ് സ്ക്രൂവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇൻവേർഡ് ഔട്ട്വേർഡ് തിരിച്ച് ബബിളിനെ സെൻറ്റർ ആക്കുക. അപ്പോൾ ടോട്ടൽ സ്റ്റേഷനെ ലെവലിംഗ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് ഒരു മൂന്ന് പ്രാവശ്യം അത് ബബിൾ സെൻറ്റർ ആവുന്നവരെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക.
ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെൻറ്റ് ഓൺ ആക്കുക. ഇൻസ്ട്രുമെൻറ്റ് ഓൺ ആക്കിയിട്ട് ഈ ലെവലിങ്ങിനെ ഇലക്ട്രോണിക്കലി വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഫുഡ് ലെവൽ സ്കോഴ്സ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്ക്രീനിൽ ഇലക്ട്രോണിക് ബബിൾ സെൻറ്റർ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക്കലി അതിനെ ലെവൽ ചെയ്യുക. ദെൻ അടുത്താണ് ഈ ഇമേജിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇമേജിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ക്രോസിയേഴ്സിനെ ഫോക്കസ് ചെയ്യുക. ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ട് ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഈ ഒരു ക്രോസിയേഴ്സ് ഫോക്കസ് ചെയ്യുകയും ചെയ്യുക. ദെൻ ലാസ്റ്റ് നമുക്കറിയാം മെഷർമെൻറ്റ്സ് ടേക്ക് ചെയ്യുക, മെഷർമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞ ഒരു ടോട്ടൽ സ്റ്റേഷൻ്റെ ഫീൽഡ് പ്രൊസീജിയർ ഇത്രയാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിപ്പിച്ച് വേറെയും പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നന്നായി പഠിക്കുക, നന്നായി റിവിഷൻ ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ പോകാനായിട്ട്. ദെൻ താങ്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക്, താങ്ക് യു.